എത്രയോ ശിർക്കുകൾ നടക്കുന്ന ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥ ശിർക്കിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ ഈ 8 ഗ്രൂപ്പുകൾക്ക് ധൈര്യമുണ്ടോ? KNMകാർക്ക് കഴിയുമോ? വിസ്ഡംകാർക്ക് കഴിയുമോ? മർക്കസുദ്ദാവക്കാർക്ക് കഴിയോ? അള്ളാന്റെ ഔലിയാക്കളെ മുശ്രിക്കുകളാക്കി, തങ്ങന്മാരെ മുശ്രിക്കുകളാക്കി, സമസ്തയുടെ നേതാക്കളെ മുശ്രിക്കുകളാക്കി, മൗലിദ് ഓതുന്നവരെ മുശ്രിക്കുകളാക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരണപ്പെട്ടവരെ മുശ്രിക്കുകളാക്കി, ഉറുക്കും മന്ത്രവും നടത്തുന്നവരെ മുശ്രിക്കുകളാക്കി, പാണക്കാട്ട സാദാത്തുക്കളെ മുശ്രിക്കുകളാക്കി, കേരളത്തിലെ സകല തങ്ങന്മാരെയും മുശ്രിക്കുകളാക്കി. ഈ ശിർക്കിന്റെ കുപ്പായം യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങൾക്ക് മുവഹിദീങ്ങൾക്ക് നൽകി. ഈ ക്രൂരതയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതാരാ ചെയ്തത്? ഇതാദ്യം ചെയ്ത് ഖവാരിജുകളല്ലേ? മക്ക മുശ്രിക്കുകളെ കുറിച്ച് ഇറങ്ങിയ ആയത്ത് നേരത്തെ ഉസ്താദ് അബ്ദുസ്സലാം ബാഖവി അതാ ഇവിടെ സൂചിപ്പിച്ചത്. അത് മുഅ്മിനീങ്ങളുടെ തലക്ക് വെച്ച് കെട്ടി, അത് അലിയാർ തങ്ങൾക്ക് അത് തലക്ക് വെച്ച് കെട്ടിക്കൊടുത്തു. ഈ മഹാന്മാരെ മുശ്രിക്കുകളാക്കാൻ ഇതേ തന്ത്രം മക്ക മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാണ് കേരളത്തിലെ സമസ്തക്കാർ എന്ന് എഴുതിയവർ, പ്രസംഗിച്ചവർ. ഇപ്പോഴും ആയത്തോതൊന്നു മക്ക മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്ത് കേരളത്തിലെ സമസ്തക്കാരുടെ തലക്ക്, സുന്നികളുടെ തലക്ക്. ഇതല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുഅ്മിനീങ്ങളെ മുശ്രിക്കുകളാക്കുക, യഥാർത്ഥ മുവഹിദീങ്ങളെ മുശ്രിക്കുകളാക്കുക. ആരാ ഇതുവരെ പഠിപ്പിച്ചത്? ഇബ്നു അബ്ദുൽ വഹാബ്. അത് കിതാബു തൗഹീദിലൂടെ തൗഹീദിനെ പലതരത്തിൽ വിഭജിച്ചു. സത്യത്തിൽ ഇത് എന്തിനു വേണ്ടിയായിരുന്നു? വഹാബിസം എന്നത് കേവലം തൗഹീദി പ്രസ്ഥാനമാണ് എന്ന് കേരളത്തിലെ വഹാബികൾ പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, വഹാബിസം എന്നത് കേവലം രാഷ്ട്രീയത്തിന് വേണ്ടി ഉണ്ടായ ഒരു ഇസമാണ്. ജൂതന്മാർക്കിടയിൽ സയണിസം ഉണ്ടായതുപോലെ, ഇന്ത്യയിലെ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ ഫാഷിസം ഉണ്ടായതുപോലെ, ഓരോ രാജ്യത്തും ഓരോ മതങ്ങളുടെ ഇസങ്ങളെ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ചൂഷണം ചെയ്ത ദുശക്തികൾ. ജൂതമതത്തിൽ അപകടകാരികളല്ലാത്ത, തീവ്രവാദികളല്ലാത്ത, ഭീകരവാദികളല്ലാത്ത നല്ല ആളുകളുണ്ട്. പക്ഷേ ജൂതമതത്തിലെ ഭീകരവാദികളെ ഉണ്ടാക്കിയതാരാ? ജൂതമതത്തിലെ സയണിസ്റ്റുകൾ. അവരാണ് ഇന്ന് ഗസയിലും ഫലസ്തീനിലുമൊക്കെ ഈ കിരാതമായ ആക്രമണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ ജൂതായുസത്തെ, സയണിസത്തിന്റെ വഴിയിൽ മതപരമായ വികാരം വിളക്കുവിട്ട് ഒരു രാജ്യമുണ്ടാക്കാനും ആ രാജ്യത്തിന്റെ അധികാരം നിലനിർത്താനും അതിന് എത്ര ആളുകളെ കൊല്ലേണ്ടി വന്നാലും, എന്തൊക്കെ തമ്മാടിത്തരം ചെയ്യേണ്ടി വന്നാലും. അല്ലെങ്കിൽ ഇത് മതമാണോ? 45,000-ഓളം വരുന്ന ആളുകളെ കൊന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ SKSSFന്റെ തിരൂർ മേഖലാ പ്രസിഡന്റ് PA അഷ്കർ ഫൈലി, ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗം ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുസ്സലാം ബാഖവി വടക്കേക്കാട്, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ സദസ്സിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ, തിരൂർ മേഖല SKSSFന്റെ കർമ്മോത്സുകരായ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വേദിയിലും സദസ്സിലുമുള്ള സമസ്തയുടെയും SKSSFന്റെയും വിളിയാളം കേട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ആദർശം അമാനത്താണ് എന്ന വളരെ ശ്രദ്ധേയമായ ഒരു പ്രമേയത്തിൽ SKSSF നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശ ക്യാമ്പയിനും അതിനോടനുബന്ധിച്ചുള്ള ആദർശ സമ്മേളനങ്ങളും വളരെ പ്രൗഢമായ ഒരു ആദർശ പ്രഭാഷണമാണ് ഇവിടെ ഉസ്താദ് അബ്ദുസ്സലാം ബാഖവി നിർവഹിച്ചത്. അതിൻ്റെ തൊട്ട് മുമ്പ് ബഹുമാനപ്പെട്ട ഷുഐബുൽ ഹൈത്തമി നിർവഹിച്ചത്. SKSSFന്റെ ആദർശ സമ്മേളനങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദർശ പ്രഭാഷണങ്ങളാണ്
എന്താണ് ആദർശം എന്ന് അറിയാത്ത ആളുകൾ SKSSF-ന്റെ സമ്മേളനങ്ങളിൽ ആദർശം പറയുന്നില്ല എന്ന ആരോപണം അത് വളരെ പുച്ഛത്തോടുകൂടെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. ആദ്യം ആദർശം എന്താണ് എന്നറിയണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശുദ്ധമായ ആദർശ പ്രഭാഷണങ്ങളാണ് ഇവിടെ ഇത്ര നേരം നടന്നത്. വിവിധ ജില്ലകളിൽ ആദർശ സമ്മേളനങ്ങൾ നടന്നു, മേഖലാ തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും ജില്ലാ തലങ്ങളിൽ നടക്കാനുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതുവരെ SKSSF ആദർശം അമാനത്താണ് എന്ന പ്രമേയത്തിൽ കേരളത്തിലോ കേരളത്തിൽ പുറത്തോ നടന്ന ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ആദർശം പറഞ്ഞിട്ടില്ല എന്ന് തെളിയിച്ചാൽ അത് കൃത്യമായ രേഖയോടുകൂടെ ഈ ആദർശ പ്രഭാഷണങ്ങളൊക്കെ ഇന്ന് യൂട്യൂബിലും മറ്റുമൊക്കെ ലഭ്യമാണല്ലോ. ആദർശം പറയാത്ത ഏതെങ്കിലും ഒരു ആദർശ സമ്മേളനം ഈ പ്രമേയത്തിൽ ഉണ്ടായി എന്ന് തെളിയിച്ചാൽ ഈ പണി ആ നിമിഷം അവസാനിപ്പിക്കാൻ SKSSF-ന്റെ തുണക്കുട്ടികൾ തയ്യാറാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. വഹാബികൾക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ, സമസ്ത അകറ്റി നിർത്തിയ സകല ബിദ്അത്തിനെതിരെ, അതിനെതിരെയാണ് ഈ മഹാസമ്മേളനങ്ങൾ മുഴുവൻ നടത്തുന്നത്. വ്യാജ ആരോപണങ്ങൾ നടത്തി അങ്ങനെ ഈ ഒരു പ്രയാണത്തെ, ഈ ഒരു ആദർശ സമ്മേളനത്തെ ബിദ്അത്തുകാർക്ക് വേണ്ടി തടഞ്ഞു നിർത്താമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. ഇതിന്റെ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്കറിയാം. ആദർശ സമ്മേളനം നിർത്തിവെപ്പിക്കണം, അതിന് ആദർശം പറയുന്നില്ല എന്ന് പറഞ്ഞ് ഈ വ്യാജ ആരോപണം ഉണ്ടാക്കി പറയുന്നവരോട് പറയുന്നു, ഞങ്ങൾ ഈ പ്രയാണം തുടരും, ഈ ആദർശം പറയും, സകല ബിദ്അത്തിനെയും കൂച്ചുവിലങ്ങിടുന്നത് വരെ ഈ പ്രയാണം മുന്നോട്ട് കൊണ്ടുപോകും. കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിയിൽ വഹാബിസത്തിന്റെ തൊലി ഉരിഞ്ഞുകൊണ്ടാണ് മുസ്തഫ അഷ്റഫി പ്രഭാഷണം നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയെ അവരുടെ എല്ലാ കുപ്പായവും വലിച്ചൂരിയിട്ടാണ് പ്രിയപ്പെട്ട അൻവർ സാദിഖ് ഫൈലി താനൂർ പ്രഭാഷണം നടത്തിയത്. ആമുഖ പ്രഭാഷണം മുതൽ ആദർശ പ്രഭാഷണങ്ങളാണ് നടന്നത് ഓരോ സമ്മേളനങ്ങളിലും. പിന്നെ ആർക്കൊക്കെയോ വേണ്ടി, എന്തിനൊക്കെയോ വേണ്ടി ആദർശ സമ്മേളനത്തിൽ അത് നടന്നിട്ടില്ല എന്ന് പറയുക. പിന്നെ ഇവിടെ അനൈക്യമുണ്ടാക്കാൻ വേണ്ടി മറ്റൊരാരോപണം, SKSSF-ന്റെ ആദർശ സമ്മേളനങ്ങൾ നടക്കുന്നത് പാണക്കാട്ടെ തങ്ങന്മാർക്കെതിരാണ്, മുസ്ലിം ലീഗിനെതിരാണ് എന്ന്. ഏതെങ്കിലും ഒരു ആദർശ സമ്മേളനത്തിൽ പാണക്കാട്ടെ സാദാത്തുകൾക്കെതിരെ ഒളിഞ്ഞോ തെളിഞ്ഞോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഈ ആരോപണം പറഞ്ഞവർ മുന്നോട്ട് വരണം. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെതിരെ ഒളിഞ്ഞോ തെളിഞ്ഞോ SKSSF-ന്റെ ആദർശ സമ്മേളനത്തിൽ എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും തെളിയിക്കാൻ തയ്യാറാവണം എന്ന് തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും ഞങ്ങൾ പറയുന്നത് ആദർശം തന്നെയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെട്ടത് ആദർശം പറയാനാ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം ഇവിടെ നിലനിർത്താനാ. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം, സ്വഹാബത്ത് പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം, ഇമാമിങ്ങൾ നിലനിർത്തിയ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം, അതിവിടെ നിലനിർത്താനുള്ള പോരാട്ടമാണ് SKSSF-നും സമസ്തയുടെ പ്രവർത്തകർക്കും ഇവിടെ നിർവഹിക്കാനുള്ളത്. ഇത് മഹാന്മാരെ ഇത്തിബാ ചെയ്യുന്ന വഴിയാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ. മഹാന്മാരെ ഇത്തിബാ ചെയ്യുന്ന വഴിയാണ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴി. ആ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ് ഇവിടെ പൊതുജനങ്ങളെ, പുതിയ തലമുറയൊക്കെ വഞ്ചിക്കുന്ന ബിദ്അത്തുകാരോട് പറയട്ടെ, എന്താണ് ഇസ്ലാമിന്റെ പ്രമാണം? നിങ്ങൾ പറയുന്ന പരിശുദ്ധമായ ഖുർആനും സുന്നത്തും, ഖുർആനും സുന്നത്തും എപ്പോഴാണ് പ്രമാണമാകുന്നത്? ഖുർആനും സുന്നത്തും പ്രമാണമാണ്, ഖുർആൻ പ്രമാണമാണ് എന്ന് ആരാണ് നമ്മെ പഠിപ്പിച്ചത്? ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ കലവറയില്ലാതെ സ്നേഹിക്കുകയും ഹുബ്ബ് ചെയ്യുകയും ഇത്തിബാ ചെയ്യുകയും ചെയ്യാതെ ഖുർആൻ പ്രമാണമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടൂല. മുത്തനബിയാണ് ഖുർആൻ പ്രമാണമാണെന്ന് പഠിപ്പിച്ചത്. മുത്തനബി പ്രമാണമാണ് എന്ന് പഠിപ്പിച്ചത് ആരാ? മഹാന്മാരായ സ്വഹാബത്താണ്. സ്വഹാബത്ത് പ്രമാണമാണെന്ന് പഠിപ്പിച്ചത് ആരാ? താബിഉകളാണ്. ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞ്
സ്വഹാബത്തിനെ തള്ളി, താബിയുകളെ തള്ളി, താബിയുകളെ തള്ളി, ഇമാമുകളെ തള്ളി. അതല്ല ദീൻ. ഖുർആനും സുന്നത്തും അനുസരിച്ച് സ്വഹാബത്ത് ജീവിച്ചു കാണിച്ചു തന്നു. ആ സ്വഹാബത്തിനെ ഇത്തിബാഅ് ചെയ്തു താബിയുകൾ, വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അവർ ഇത്തിബാഅ് ചെയ്തു താബിയുകൾ. ഈ ഇത്തിബാഇന്റെ വഴിയാ ദീൻ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു മഹാൻ ചോദിച്ചു, ഔസനി മഹാനവറുകൾ, എന്നോട് എന്തെങ്കിലും വസിയത്ത് വേണം. അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകമായി ദുആ ചെയ്ത ഇൽമിന്റെ ബഹറായിരുന്നു റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്താ ഇബ്നു അബ്ബാസ് തങ്ങൾ മഹാനവറുകളുടെ വസിയത്ത് ചെയ്തത്? അലൈക ബിത്തഖ്വല്ലാഹ്, നീ തഖ്വയോടുകൂടെ ജീവിക്കണം. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹാദിറുൽ അസ്ദി റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തത് അലൈക ബിത്തഖ്വല്ലാഹ്, നീ തഖ്വയോടുകൂടെ ജീവിക്കണം. പിന്നെ പറഞ്ഞു മഹാനവറുകൾ, വൽ ഇസ്തിഖാമ, നിങ്ങൾക്ക് ഇസ്തിഖാമത്തുണ്ടാവണം. ആ ഇസ്തിഖാമത്ത് വസ്തഖിം കമാ ഉമിർത, പരിശുദ്ധമായ ഖുർആൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പഠിപ്പിച്ച ഇസ്തിഖാമത്തിന്റെ വഴി, നേരായ വഴിയിൽ അടിയുറച്ചു നിൽക്കുന്ന ഇസ്തിഖാമത്ത്, തഖ്വയുണ്ടാവണം, ഇസ്തിഖാമത്തുണ്ടാവണം. പിന്നെ മഹാനവറുകൾ പറഞ്ഞു, വത്തബിഅ വലാ തബ്തദിഅ, നിങ്ങൾ ഇത്തിബാഇന്റെ ആളാവണം, നിങ്ങൾ ബിദ്അത്തിന്റെ ആളാവരുത്. ഇത്തിബാഇന്റെ വഴിയാണ് പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴി. ദീനിന്റെ വഴി ഇതാണ്, പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞ് ഒരു ഖുർആൻ പരിഭാഷയും കുറച്ച് ഹദീസുകളുടെ പരിഭാഷയും വാങ്ങിക്കൊടുത്ത് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണമെന്ന് പറയലല്ല ദീനിന്റെ വഴി. ദീനിന്റെ വഴി ഇത്തിബാഇന്റെ, മഹാന്മാരെ ഇത്തിബാഅ് ചെയ്യേണ്ട വഴിയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ മഹാപണ്ഡിതനാണ്. മഹാനവറുകൾ പറഞ്ഞു, ഇത്തബിഉ വലാ തബ്തദിഉ, നിങ്ങൾ ഇത്തിബാഅ് ചെയ്യേണ്ടത്, നിങ്ങൾ ബിദ്അത്തുകാരാവരുത്. സ്വഹാബത്തിനെ, താബിയുകളെ ഇത്തിബാഅ് ചെയ്യുന്ന വഴി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴി, മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ, നാലാലൊരു മദ്ഹബിൽ നമ്മൾ ഉൾപ്പെടണം എന്നാണ് മഹാന്മാര് പറയാറുള്ളത്. വിശ്വാസപരമായി അശ്അരി, മാതുരീദി രണ്ടാലൊരു വഴി അഖീദയിൽ സ്വീകരിക്കണം. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈമാനും നമ്മുടെ അഖീദയും നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മങ്ങളും ഈ മഹാന്മാർ രൂപപ്പെടുത്തിയ വഴിയിൽ കേരളക്കരയെ സംബന്ധിച്ചിടത്തോളം മഹാഭൂരിപക്ഷം സമസ്തക്കാരും ഷാഫിഈ മദ്ഹബുകാരാണ്, ഹനഫി മദ്ഹബുകാരുമുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഷാഫി മദ്ഹബുകാരായത്? ഇമാം ഷാഫി തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഈ കാര്യം പഠിപ്പിച്ചതല്ലല്ലോ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഖുർആനും സുന്നത്തും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ദീനിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും എന്ന് പറയാനാണ് ഞാൻ ഒരു ചെറിയ ചരിത്രം പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളെ കാണാൻ ഇറാഖുകാരായ ഹുസൈനുൽ കറാബിസി, അബൂ സൗർ രണ്ടുപേരും ആ കാലഘട്ടത്തിലെ ബിദ്അത്തുകാരാ, ബിദ്അത്തിന്റെ നേതാക്കളാണ്. ഹുസൈനും അബൂ സൗറും രണ്ടാളും ഇമാം ഷാഫി തങ്ങളെ ചോദ്യം ചെയ്യാൻ വന്നു, ഉത്തരം മുട്ടിക്കാൻ. വിശ്വാസപരമായ കർമ്മപരമായ പല കാര്യങ്ങളും പെട്ടെന്ന് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾ തയ്യാറാക്കി ഇമാം ഷാഫി തങ്ങളുടെ സംവാദം നടത്തി മുട്ടുമടപ്പിക്കാൻ വേണ്ടി കടന്നു വന്നു. അവര് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോ ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കുറിച്ച് പറയാണ്, ഫലം യസൽ ഷാഫിഈ യഖൂൽ, ഇമാം ഷാഫി തങ്ങൾ പറയാൻ തുടങ്ങി, ഖാലല്ലാഹു വഖാല റസൂൽ, എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരം ഖാലല്ലാഹു ഖുർആനിലെ ആയത്താ. പിന്നെ പറയും വഖാല റസൂൽ, റസൂലുള്ളാഹിന്റെ ഹദീസാ. ഞങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും അതിനൊക്കെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടുമാണ് മറുപടി. ഈ രണ്ടുപേരും പറഞ്ഞു, ഫതറക്നാ ബിദ്അതനാ വത്തബഅനാ, ഇറാഖിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന ബിദ്അത്തിന്റെ മാറാലക്കെട്ടുകൾ, ബിദ്അത്തിന്റെ അന്ധവിശ്വാസങ്ങൾ, ബിദ്അത്തിന്റെ അപകടകരമായ ഈ ചോദ്യങ്ങളും ഈ മാറാപ്പും ഇമാം ഷാഫി തങ്ങളുടെ മുന്നിലുള്ള ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ്, ഫതറക്നാ ബിദ്അതനാ, ഞങ്ങളുടെ ബിദ്അത്തിനെ വലിച്ചെറിഞ്ഞ്, വത്തബഅനാഹു, ഞങ്ങൾ ഇമാം ഷാഫി തങ്ങളെ ഇത്തിബാഅ് ചെയ്ത് സുന്നികളായി എന്ന കാലഘട്ടത്തിലെ രണ്ട് ബിദ്അത്തിന്റെ നേതാക്കൾ പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് നമ്മുടെ വഴി. ഇമാം ഷാഫി തങ്ങളും മദ്ഹബിന്റെ ഇമാമിങ്ങളും പഠിപ്പിച്ച വഴി.
ഖുർആൻ പറഞ്ഞ് ഖുർആനിലെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം ഹദീസ് മനഃപ്പാടമാക്കിയ ഇമാം ഷാഫി തങ്ങൾ ഇന്ന് നമുക്ക് കിട്ടാൻ ദുനിയാവിൽ ലഈഫും സ്വഹീഹുമായ ഹദീസുകളൊക്കെ ശേഖരിച്ചാലും കിട്ടാവുന്നതിനേക്കാൾ അതിന്റെ എത്രയോ ഇരട്ടി ഹദീസ് മനഃപ്പാടമാക്കിയ ഇമാം ഷാഫി തങ്ങൾ, 7ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കിയ ഇമാം ഷാഫി തങ്ങൾ, അവരെയാണ് നമ്മൾ ഇത്തിബാഅ് ചെയ്യുന്നത്. ഒരിക്കലും പഴച്ചു പോകൂല. നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ വിശ്വാസത്തിൽ അവരെ ഇത്തിബാഅ് ചെയ്യണമെന്നാണ് സമസ്ത പറയുന്നത്. ഈ പാരമ്പര്യത്തിന്റെ വഴിവിട്ടവരോ അവര് മുഴുവനും ഇവിടെ അപകടങ്ങൾ ഉണ്ടാക്കുന്നവരല്ലേ. വഹാബിസം നമുക്കറിയാം എന്തിനാണ് അവർ കടന്നു വന്നത്. ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട 3 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളുണ്ട്. വല്ലാതെ അറിയപ്പെടാതെ വേറെയും ഗ്രൂപ്പുകളുണ്ട്. ഏറെക്കുറെ മൊത്തം 8 വിഭാഗങ്ങളായി ഇന്ന് വഹാബികൾ പരസ്പരം കൊമ്പ് കോർക്കുകയാണ്. ഒരു കാര്യം നമുക്കറിയാം, ഈ വഹാബികൾ ഇനി 8 ഗ്രൂപ്പായാലും അവർ ഉറക്കിൽ നിന്ന് എണീറ്റാലും അവർക്ക് പറയാനുള്ളത് ശിർക്ക്, തൗഹീദ്. അവർ പറയുന്ന ശിർക്ക് എന്താ? ഹദ്ദാദ് ചൊല്ലൽ ശിർക്ക്, മൗലിദോദൽ ശിർക്ക്, മമ്പുറത്തേക്ക് പോകൽ ശിർക്ക്. ഇന്ത്യ രാജ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ശിർക്ക് നടക്കുന്ന നാട്. ഒറിജിനൽ ശിർക്ക്, ഒറിജിനൽ എത്രയോ ശിർക്കുകൾ നടക്കുന്ന ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥ ശിർക്കിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ ഈ 8 ഗ്രൂപ്പുകൾക്ക് ധൈര്യമുണ്ടോ? KNMകാർക്ക് കഴിയുമോ? വിസ്ഡംകാർക്ക് കഴിയുമോ? മർക്കസുദ്ദാവക്കാർക്ക് കഴിയോ? അള്ളാന്റെ ഔലിയാക്കളെ മുശ്രിക്കുകളാക്കി, തങ്ങന്മാരെ മുശ്രിക്കുകളാക്കി, സമസ്തയുടെ നേതാക്കളെ മുശ്രിക്കുകളാക്കി, മൗലിദ് ഓതുന്നവരെ മുശ്രിക്കുകളാക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരണപ്പെട്ടവരെ മുശ്രിക്കുകളാക്കി, ഉറുക്കും മന്ത്രവും നടത്തുന്നവരെ മുശ്രിക്കുകളാക്കി, പാണക്കാട്ട സാദാത്തുക്കളെ മുശ്രിക്കുകളാക്കി, കേരളത്തിലെ സകല തങ്ങന്മാരെയും മുശ്രിക്കുകളാക്കി. ഈ ശിർക്കിന്റെ കുപ്പായം യഥാർത്ഥത്തിലുള്ള മുഅ്മിനീങ്ങൾക്ക്, മുവഹിദീങ്ങൾക്ക് നൽകി. ഈ ക്രൂരതയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതാരാ ചെയ്തത്? ഇതാദ്യം ചെയ്ത് ഖവാരിജുകളല്ലേ? മക്ക മുശ്രിക്കുകളെ കുറിച്ച് ഇറങ്ങിയ ആയത്ത് നേരത്തെ ഉസ്താദ് അബ്ദുസ്സലാം ബാഖവി അതാ ഇവിടെ സൂചിപ്പിച്ചത്. അത് മുഅ്മിനീങ്ങളുടെ തലക്ക് വെച്ച് കെട്ടി. അത് അലിയാർ തങ്ങൾക്ക് അത് തലക്ക് വെച്ച് കെട്ടിക്കൊടുത്തു. ഈ മഹാന്മാരെ മുശ്രിക്കുകളാക്കാൻ ഇതേ തന്ത്രം മക്ക മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാണ് കേരളത്തിലെ സമസ്തക്കാർ എന്ന് എഴുതിയവർ, പ്രസംഗിച്ചവർ. ഇപ്പോഴും ആയത്തോതൊന്നും മക്ക മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്ത് കേരളത്തിലെ സമസ്തക്കാരുടെ തലക്ക്, സുന്നികളുടെ തലക്ക്. ഇതല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുഅ്മിനീങ്ങളെ മുശ്രിക്കുകളാക്കുക, യഥാർത്ഥ മുവഹിദീങ്ങളെ മുശ്രിക്കുകളാക്കുക. ആരാ ഇതുവരെ പഠിപ്പിച്ചത്? ഇബ്നു അബ്ദുൽ വഹാബ്. അത് കിതാബു തൗഹീദിലൂടെ തൗഹീദിനെ പലതരത്തിൽ വിഭജിച്ചു. സത്യത്തിൽ ഇത് എന്തിനു വേണ്ടിയായിരുന്നു? വഹാബിസം എന്നത് കേവലം തൗഹീദി പ്രസ്ഥാനമാണ് എന്ന് കേരളത്തിലെ വഹാബികൾ പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, വഹാബിസം എന്നത് കേവലം രാഷ്ട്രീയത്തിന് വേണ്ടി ഉണ്ടായ ഒരു ഇസമാണ്. ജൂതന്മാർക്കിടയിൽ സയണിസം ഉണ്ടായതുപോലെ, ഇന്ത്യയിലെ ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ ഫാഷിസം ഉണ്ടായതുപോലെ, ഓരോ രാജ്യത്തും ഓരോ മതങ്ങളുടെ ഇസങ്ങളെ രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി ചൂഷണം ചെയ്ത ദുശക്തികൾ. ജൂതമതത്തിൽ അപകടകാരികളല്ലാത്ത, തീവ്രവാദികളല്ലാത്ത, ഭീകരവാദികളല്ലാത്ത നല്ല ആളുകളുണ്ട്. പക്ഷേ ജൂതമതത്തിലെ ഭീകരവാദികളെ ഉണ്ടാക്കിയതാരാ? ജൂതമതത്തിലെ സയണിസ്റ്റുകൾ. അവരാണ് ഇന്ന് ഗസയിലും ഫലസ്തീനിലുമൊക്കെ ഈ കിരാതമായ ആക്രമണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ ജൂതായുസത്തെ, സയണിസത്തിന്റെ വഴിയിൽ മതപരമായ വികാരം വിളക്കുവിട്ട് ഒരു രാജ്യമുണ്ടാക്കാനും ആ രാജ്യത്തിന്റെ അധികാരം നിലനിർത്താനും അതിന് എത്ര ആളുകളെ കൊല്ലേണ്ടി വന്നാലും, എന്തൊക്കെ തമ്മാടിത്തരം ചെയ്യേണ്ടി വന്നാലും. അല്ലെങ്കിൽ ഇത് മതമാണോ? 45,000-ഓളം വരുന്ന ആളുകളെ കൊന്നു. അതിൽ 20,000-ഓളം വരുന്നത് കുഞ്ഞു മക്കളാണ്, 10,000-ഓളം വരുന്നത് സ്ത്രീകളാണ്. ഹമാസിന്റെ ആളുകളെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് എന്തൊക്കെ തമ്മാടിത്തരങ്ങളാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 45,000-ത്തിലധികം ബോംബുകൾ പൊട്ടിച്ചു, 85,000-ത്തിലധികം ടണ്ണ് ബോംബുകൾ. ഹിരോഷിമയിൽ
കൊണ്ട് ചാർത്തിയ ഭീകരതയുണ്ടാക്കിയതിനേക്കാൾ 6 ഇരട്ടി ബോംബുകൾ ഒരു കൊല്ലം പിന്നിടുമ്പോ ഈ തമ്മാടിത്തരങ്ങൾ ചെയ്ത് 34 ആശുപത്രികൾ തകർന്നു, 350 പള്ളികൾ തകർന്നു, സ്കൂളുകൾ തകർന്നു, UN-ന്റെ ക്യാമ്പുകൾ തകർന്നു, അഭയാർത്ഥി ക്യാമ്പുകൾ. ഇതൊക്കെ ഈ ക്രൂരത ഒരു മതത്തിന്റെ പേരിൽ ചെയ്യാൻ എങ്ങനെയാ സാധിക്കുക? മതം രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോ ഇന്ത്യ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്ന ഫാഷിസ്റ്റ് ശക്തികൾ യഥാർത്ഥ ഹിന്ദു മതത്തിന്റെ ആളുകളല്ല. ഹിന്ദുത്വം ഫാഷിസത്തിന്റെ ഒരു ഇസമാക്കി മാറ്റി എന്നതുപോലെ വഹാബിസം അധികാരം നേടുന്നതിന്, ആളുകളെ കൊന്നൊടുക്കി അധികാരം നേടുന്നതിന് ഒരു ഇസം കൊണ്ടുവന്നതാണ് ഇബ്നു അബ്ദുൽ വഹാബ്. അതിനാ തൗഹീദിനെ വിഭജിച്ചത്. മക്കയിലെ ആളുകളെ കൊല്ലണം, കർബലയിലെ ആളുകളെ കൊല്ലണം, തായിഫിലെ ആളുകളെ കൊല്ലണം, ഹിജാസിലെ ആളുകളെ കൊല്ലണം, മദീനയിലെ ആളുകളെ കൊല്ലണം. ലോകത്ത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന പേരിൽ ഭീകരതയുണ്ടാക്കി ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് വഹാബികളല്ലേ? വഹാബി ഇസം കൊണ്ടല്ലേ? ഇത് തൗഹീദ് പ്രസ്ഥാനമാണെന്ന് തെറ്റിദ്ധരിച്ചവരെ നിങ്ങൾ ചരിത്രം പഠിക്കണം. എന്തിനാണ് തൗഹീദിനെ വിഭജിച്ചത്? കിതാബ് തൗഹീദ് ഉണ്ടാക്കിയത് മക്കാ മുശ്രിക്കുകളുടെ അവർക്ക് ഇറങ്ങിയ ആയത്ത് മുഅ്മിനീങ്ങളുടെ തലക്ക് കെട്ടിവെച്ചത് ഇവരെ കൊല്ലപ്പെടേണ്ടവരാണ്. സൂഫികൾ കൊല്ലപ്പെടേണ്ടവരാണ്, അവർ മുശ്രിക്കുകളാ. മഖബറകൾ തല്ലിപ്പൊളിക്കപ്പെടേണ്ടവരാണ്. അതേപോലെ ഔലിയാക്കൾ കൊല ചെയ്യപ്പെടേണ്ടവരാണ്, സുന്നി ഉലമാക്കൾ കൊല ചെയ്യപ്പെടേണ്ടവരാണ്. കൊല്ലണമെങ്കിൽ അവരെ മുശ്രിക്കാക്കണം. അതിന് കിതാബ് ഉണ്ടാക്കി, കിതാബ് തൗഹീദ് ഉണ്ടാക്കി. ഇത് ഞാൻ പറയുന്നതല്ല. യൂറോപ്യൻ യൂണിയൻ ഒരു പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്നും നമുക്കത് ലഭ്യമാണ്. ലോകത്ത് ഭീകരവാദം അമർച്ച ചെയ്യാൻ അതിനെക്കുറിച്ച് അതിന്റെ നാരായ വേരുകൾ പഠനം നടത്തി യൂറോപ്യൻ യൂണിയൻ 45 പേജുള്ള പഠന റിപ്പോർട്ട് പുറത്തിറക്കിയപ്പോ പറഞ്ഞത്, സകല ഭീകര ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന സകല ഭീകര സംഘടനകളുടെയും ഐഡിയോളജി ഒന്ന് ഇബ്നു തൈമിയയാണ്, മറ്റൊന്ന് ഇബ്നു അബ്ദുൽ വഹാബാണ്. ഇബ്നു അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദാണ് അതിന് ആധാരം. അതേപോലെ ദി ന്യൂയോർക്ക് ടൈംസ് 2014 സെപ്റ്റംബർ 26 പ്രസിദ്ധീകരിച്ചു. ലോക സമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന IS അടക്കമുള്ള ഭീകര സംഘടനകളുടെ ആശയ സ്രോതസ് വഹാബിസമാണ്. ഇത് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞതാ. ലോകത്ത് എല്ലാ ഭീകര സംഘടന, ഇന്ന് നിലനിൽക്കുന്ന ഭീകര സംഘടനകൾക്ക് മുഴുവനും ഐഡിയോളജി നൽകിയത് വഹാബിസമാണ്, ഇബ്നു അബ്ദുൽ വഹാബാണ്, അയാളുടെ കിതാബ് തൗഹീദാണ്. അതുകൊണ്ട് ആ കിതാബ് തൗഹീദ് ഇന്ന് ലോകത്തെ പല രാജ്യങ്ങളിലും നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകണ്ട. ഇത് നമ്മൾ മാത്രം പറയുന്നതല്ല. ഇനി കേരളക്കരയിലെ വഹാബി ഗ്രൂപ്പിന്റെ ഒരു വിഭാഗത്തിന്റെ വാരികയാണ് ശബാബ്. ശബാബ് വാരിക മുമ്പ് മടവൂർ അവരുടെ കൂടെയായിരുന്നു. ഇന്ന് മടവൂർ ഔദ്യോഗിക പക്ഷത്തേക്ക് മാറി. ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഇളക്കി വിട്ട് മടവൂര് ഇപ്പൊ തടി സലാമത്താക്കി. മർക്കസുദ്ദഅവ വിഭാഗം അവരുടേതാണ് ഇപ്പോൾ ശബാബ്. ഈ ശബാബ് വാരികയിൽ 2014 ഡിസംബർ 26 എഴുതി. ഇത് വഹാബികൾ എഴുതിയതാ. കേരളത്തില് എന്താ അവരെഴുതിയത്? ബോക്കോ ഹറാം, അൽ ഷബാബ്, അൽ ഖായിദ, താലിബാൻ മുതൽ ഒടുവിലത്തെ IS-ഉം വഹാബി മൂവ്മെന്റിന്റെ വ്യത്യസ്ത പതിപ്പുകളാണ്. ഞങ്ങൾ ആരോപിക്കുന്നതല്ല, SKSS പറയുന്നതല്ല, സമസ്ത മുഷാവറ കൂടി തീരുമാനിച്ചതല്ല. വഹാബികളെ നിങ്ങളുടെ ആധികാരിക നിങ്ങളുടെ മുഖപത്രമാണ് പറയുന്നത് ഈ തീവ്രവാദ സംഘടനകൾ വഹാബി മൂവ്മെന്റുകളാണ് എന്നത്. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനാണ്, ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ മെമ്പറാണ് സി ദാവൂദ്. മീഡിയ വണ്ണിൽ ഔട്ട് ഓഫ് ഫോക്കസിന്റെ മുന്നിൽ വന്ന് താരാട്ട് വർത്തമാനം പറയുന്ന സി ദാവൂദ് അന്ന് SIO-വിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണെന്നാണ് എന്റെ ഓർമ്മ. മാധ്യമ ദിനപത്രത്തിൽ 2010 ഓഗസ്റ്റ് 4 തീവ്രവാദത്തിനെതിരെ കോട്ടക്കൽ കഷായം എന്നൊരു ലേഖനം എഴുതി. അതിന് കാരണം എന്തായെന്ന് അറിയോ? കോട്ടക്കൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എല്ലാ മുസ്ലിം സംഘടനകളുടെയും യോഗം വിളിച്ചു ചേർത്തു. NDF-കാരെ ക്ഷണിച്ചില്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരെ ക്ഷണിച്ചില്ല. ശിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിൽ പടിയടച്ച് പിണ്ടം വെക്കപ്പെട്ടവരായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാർ. തങ്ങൾ ഒരു സൗഹൃദ വിരുന്നിന് ക്ഷണിച്ചിട്ടില്ല, തങ്ങൾ സംഘടിപ്പിക്കുന്ന ഇഫ്താറിന് ക്ഷണിക്കാറില്ല, കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താറില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ കറു
എന്തായിരുന്നു അവരെ ഉൾപ്പെടുത്തിയില്ല കോട്ടക്കൽ കഷായം എന്ന് ആക്ഷേപിച്ചത്? എല്ലാ മുസ്ലിം സംഘടനകളെയും തങ്ങൾ വിളിച്ചു, അതിന്റെ പേരിലായിരുന്നു. ശരി, ആ തങ്ങൾ വിളിച്ച യോഗത്തെ ആക്ഷേപിക്കാൻ നിങ്ങൾ എഴുതിയ ലേഖനത്തിൽ സീതാവോത് മാധ്യമത്തിൽ 2010 ഓഗസ്റ്റ് 4 എഴുതിയതെന്താ? ലോകത്തെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഏറ്റവും അക്രമാസക്തവും പ്രാകൃതവുമായ പ്രതിനിധാനം നിർവഹിക്കുന്നത് സലഫി വഹാബി ധാരയിൽപ്പെട്ടവരാണ്. ലഷ്കറെ ത്വയ്ബ, ജയ്ഷെ മുഹമ്മദ് തുടങ്ങിയ പ്രാകൃത സംഘങ്ങളെല്ലാം സലഫി ഗ്രൂപ്പുകളാണ്. ഇത് പറയുന്നത് ആരാ? മാധ്യമം, ജമാഅത്തെ ഇസ്ലാമിക്കാര്. പിന്നെ ഞങ്ങളെ മേക്കെട്ട് കയറാൻ വന്നിട്ട് കാര്യമല്ല. സലഫിസം തീവ്രവാദമാണ്, ഭീകരവാദമാണ് എന്ന് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്, മാധ്യമ ദിനപത്രമാണ്, വഹാബികൾ തന്നെയാണ്, ശബാബാണ്. അന്താരാഷ്ട്ര തലത്തിലെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് കേന്ദ്ര തലത്തിൽ പോലും നടത്തിയ പഠനങ്ങളിൽ ഈ സലഫിസം തീവ്രവാദമാണ് എന്ന് ഇന്ത്യ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ചില ചരിത്രങ്ങൾ നമ്മൾ ഓർക്കണം. ഈ വഹാബികൾ എന്തൊക്കെ തമ്മാടിത്തരങ്ങളാണ് ചെയ്തത്? പരിശുദ്ധമായ മക്ക പിടിച്ചടക്കാൻ വേണ്ടി മക്കയിലേക്കുള്ള സകല കവാടങ്ങളും അടച്ചു. മക്കക്കാർക്ക് ഭക്ഷണം വരുന്ന വഴികൾ അടച്ചു. അവരെ ഉപരോധത്തിലാക്കി, പട്ടിണിക്കിട്ടു. ഇന്ന് ഗസയെ ഇസ്രയേൽ ചെയ്യുന്ന അതേ രീതിയിൽ അന്ന് വഹാബികൾ ചെയ്തതാണ്. മക്കക്കാര് ഭക്ഷണം കിട്ടാതെ ചത്തുകിടക്കുന്ന പൂച്ചയെ വരെ ഭക്ഷിക്കേണ്ട ഗതികേടുണ്ടായി. തിന്നാൻ പറ്റാത്ത ജീവികൾ, ആ ജീവികളെ കൊന്ന് പട്ടിണി മാറ്റാൻ, ജീവൻ നിലനിർത്താൻ മക്കക്കാരെ ഉപരോധം ഏർപ്പെടുത്തി പട്ടിണിക്കിട്ട് കൊന്ന് കഷ്ടപ്പെടുത്തി ഒരുപാട് ആളുകളെ കൊന്നൊടുക്കി. മക്കയിലെ കാളിമാരെ കൊന്നു. മക്കയിലെ അന്നത്തെ കാളിയായിരുന്ന ഷെയ്ഖ് മുനീബുൽ അഫന്ദിയെ കൊന്നു. മക്കയിലെ 20ഓളം വരുന്ന ആലിമീങ്ങളെ, ഷെയ്ഖുമാരെ, മഹാപണ്ഡിതന്മാരെ, മുഫ്തിമാരെ കൊന്നു. തായിഫിൽ പോയിട്ട് ഹസനു ഷൈബി, ജഅഫറു ഷൈബി റഹ്മത്തുള്ളാഹി അലൈഹിമ 2 മഹാന്മാരെ കൊന്നു. തായിഫിലെ ഷാഫി മദ്ഹബിലെ മുഫ്തിയായിരുന്ന മുഫ്തി ഷാഫി, സയ്യിദ് അബ്ദുറഹ്മാൻ സവാവി മഹാനവറുകളെ കൊന്നു. ഒരുപാട് ആലിമീങ്ങളെ കൊന്നു. കൊള്ള നടത്തി, കൊലപാതകം നടത്തി. മക്കയിലെ മഖ്ബറകൾ തകർത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ജന്നത്തുൽ മുഅല്ലയിലെ മഖ്ബറ തകർത്തില്ല ഒരു മുഅ്മിനായ മനുഷ്യനെ എങ്ങനെയാണ് തകർക്കാൻ സാധിക്കുക? ഞാൻ ഇത് എന്റെ ശബ്ദം കേൾക്കുന്ന വഹാബികളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പിതാവ് ഏതെങ്കിലും ഖബർസ്ഥാനിൽ കിടക്കുന്നുണ്ടാകുമല്ലോ, നിങ്ങളുടെ മാതാവ് കിടക്കുന്നുണ്ടാകുമല്ലോ. നിങ്ങളുടെ മാതാവും പിതാവും കിടക്കുന്ന ഖബർസ്ഥാനിൽ പോയി നിങ്ങളുടെ ഉമ്മയുടെ ഉപ്പയുടെ ആ ഖബറിന്റെ മുകളിൽ സ്ഥാപിച്ച ഒരു കല്ല്, ഒരു അടയാളപ്പെടുത്തിയ ഒരു കല്ലുണ്ടെങ്കിൽ ആ കല്ലാരെങ്കിലും എടുത്തു മാറ്റിയാൽ എന്തായിരിക്കും നിങ്ങളുടെ വികാരം? ഇത് മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്, ഉമ്മുൽ മുഅ്മിനീനാണ് ഖദീജ ബീവി, മുത്തുനബിയുടെ ഭാര്യ. ഖബർ തകർത്ത് തരിപ്പണമാക്കി മണ്ണോട് ചേർത്തില്ലേ? ജന്നത്തുൽ ബഖയിൽ മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരുടെ, ഫാത്തിമ ബീവി ഉൾപ്പെടെയുള്ള മുത്തുനബിയുടെ പേരക്കുട്ടികളുടെ മക്കളുടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ, ഇമാം മാലിക് തങ്ങളുടെ, ഹലീമ ബീവിയുടെ, അവരുടെ ഖബറുകളൊക്കെ തകർത്ത് തരിപ്പണമാക്കിയില്ലേ നിങ്ങൾ? സയ്യിദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ തകർത്ത് തുടങ്ങിയ ഈ കർസേവ അത് ലോകത്ത് പലയിടത്തും നടന്നില്ലേ? നമ്മുടെ കേരളത്തിൽ നടന്നില്ലേ? നാടുകാണിയിലെ മഖ്ബറ തകർത്തത് കേരളത്തിലെ വഹാബി കർസേവ അതിന്റെ ഭാഗമായിരുന്നില്ലേ? കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു മൗലയാൾ മരണപ്പെട്ടു പോയി, സക്കരിയ സ്വലാഹി. എന്താ പച്ചയായി പ്രസംഗിച്ചത്? ഞങ്ങൾക്ക് മദീനയുടെ അധികാരം, സൗദിയുടെ അധികാരം കിട്ടിയാൽ എന്ന് പറഞ്ഞ KNM അല്ലെങ്കിൽ അവരുടെ സംഘടനക്ക് മദീനയിലെ പച്ചക്കുബ്ബ തകർക്കുമെന്ന് പറയുന്ന ആ ഭീകരവാദത്തിന്റെ മനഃശാസ്ത്രത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ ചെയ്തത് അപകടമായിരുന്നു, വലിയ ആപത്തായിരുന്നു. 1999 ഈ അടുത്ത കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയതാ. ഇത് പഴയ കാലത്തെ ചരിത്രം മാത്രമല്ല. അബവായിൽ കിടക്കുന്ന ആമിന ബീവിയുടെ, മുത്തുനബിയുടെ ഉമ്മ ആമിന ബീവിയുടെ ഖബർ നിരപ്പാക്കി. ഇത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് രാഷ്ട്രങ്ങളിൽ ഈ അപകടകരമായ ആശയം തലക്ക് കയറിയപ്പോ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാരെ പിന്നെയും കൊന്നിട്ടുണ്ട്. ഷെയ്ഖ് സയ്യിദ് റമദാനുൽ ബൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, പ്രായമുള്ള, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറെക്കുറെ 85-86 വയസ്സുള്ള ഒരു മഹാപണ്ഡിതൻ, ഖുർആൻ മുന്നിൽ വെച്ച്
മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പള്ളിയിൽ കയറിയിട്ട് ചാവേറ് പൊട്ടിത്തെറിച്ച് ആ മഹാനായ സൂഫിയായ മഹാപണ്ഡിതൻ വഹാബിസത്തിനെതിരെ ഫത്വ നൽകിയെന്ന കാരണത്താൽ മഹാനവറുകളെയും ശിഷ്യന്മാരെയും ഈ വഹാബികൾ കൊന്നൊടുക്കിയത് ഞങ്ങളാണ് ചെയ്തത് എന്ന് ഉളുപ്പില്ലാതെ അത് ഏറ്റെടുത്തത്. പാകിസ്ഥാനിൽ ഒരു മൗലിദ് സദസ്സ് നടക്കുമ്പോ അവിടെ സ്റ്റേജിൽ ചാവേറ് പൊട്ടിത്തെറിച്ച് അവിടെയുള്ള ഒരു സുന്നി ധാരയിലുള്ള സംഘടന ആ പണ്ഡിത സംഘത്തിന്റെ 40 പണ്ഡിത സഭാംഗങ്ങൾ ഉൾപ്പെടെ 60-ലധികം ആളുകളെ കൊന്നു മൗലിദ് സദസ്സ് തകർത്ത് തരിപ്പണമാക്കി. ആരാ ചെയ്തത്? വഹാബികൾ. മാലിയിൽ മൂവ്മെന്റ് ഫോർ തൗഹീദ് ആൻഡ് ജിഹാദ്, പേര് തന്നെ അങ്ങനെയാണ്, മൂവ്മെന്റ് ഫോർ തൗഹീദ് ആൻഡ് ജിഹാദ്. അവർ തിമ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് 333 മഹാന്മാരുള്ള മക്ബറ, ആ മക്ബറയിലെ 3/4 ഭാഗവും ഖബറുകൾ തകർത്തു. 3000-ലധികം സുന്നി കിതാബുകൾ ഉണ്ടായിരുന്ന കുത്തുബ്ഖാന കത്തിച്ച് ചാമ്പലാക്കി. നമ്മൾ വളരെ ഗൗരവം മനസ്സിലാക്കണം. ഈജിപ്തിൽ ജുമുഅ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സീനായിൽ അവിടെ മക്ബറ തകർത്തു. അതേപോലെ അവിടെ ഒരു ജുമുഅ നടക്കുന്ന പള്ളിയിൽ ചാവേറ് പൊട്ടിത്തെറിച്ച് 300-ലധികം ആളുകളെ കൊന്നു. ജുമുഅക്ക് വന്ന സുന്നികളായ സൂഫി ധാരയിലുള്ള ആളുകളെ മുഴുവനും കൊന്നൊടുക്കി. ലിബിയയിൽ മക്ബറകൾ തകർത്തു, സിറിയയിൽ തകർത്തു, ഇറാഖിൽ തകർത്തു. അപ്രകാരം തന്നെ നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങളിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കുറിച്ച് നമുക്കറിയാം. 8 ലക്ഷത്തോളം വരുന്ന റോഹിംഗ്യൻ, മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇന്നും അഭയാർത്ഥികളായി ഇന്ത്യയിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്, പല പ്രദേശങ്ങളിലുണ്ട്. എന്തേ കാരണം? അതിന് തുടക്കം കുറിച്ചത് വഹാബികളായിരുന്നു. അർസ എന്ന പേരുള്ള ഒരു വഹാബി മൂവ്മെന്റ്, അറാക്കാൻ റോഹിംഗ്യൻ സാൽവേഷൻ ആർമി എന്നാണ് പേര്. അർസ എന്ന് ചുരുക്കപ്പേര് പറയും. സാൽവേഷൻ, കേരളത്തിലെ വഹാബികൾ അവരുടെ ചില കാര്യങ്ങൾ കിട്ട പേരാ സാൽവേഷൻ. ആ സാൽവേഷന്റെ അവിടുത്തെ ആളുകൾ വഹാബികൾ. അവരവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് മ്യാൻമറിലെ റോഹിംഗ്യയിലെ 4 പോലീസുകാരെ കൊന്നു തുടങ്ങിയ ഇവരാണ് തുടക്കം കുറിച്ചത്. ഈ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ, പാവപ്പെട്ട മുസ്ലിങ്ങൾ അഭയാർത്ഥികളാവാൻ കാരണമായത്. ഞാൻ പറഞ്ഞു വന്നത് ഇത് അപകടമാണ്. പാകിസ്ഥാനിലെ ലഷ്കർ-ഇ ത്വയ്ബ, ജുന്ദുള്ള വഹാബി അഖീദയാണ് അവരുടേത്. സിറിയയിലെ ലിവാഉൽ ഇസ്ലാം, ലിവാഉ തൗഹീദ്, ശുക്രു ഷാം, അൻസാറുൻ നുസ്ര, ജാബത്തു സുഗറ, ഇവരുടെ ഒക്കെ തിയറി ഈ കിതാബ് തൗഹീദും വഹാബിസവുമാണ്. ഇന്തോനേഷ്യയിലെ അൽ ശുറൂത്ത് തൗഹീദ്, ജമാഅ ഇസ്ലാമിയ വഹാബിസമാണ്. മൊറോക്കോയിലെ ഇസ്ലാമിക് കോമ്പറ്റ് ഗ്രൂപ്പ് സലഫിയ ജിഹാദിയ ജമാഅത്തുൽ മഗ്രിബ് സലഫിസമാണ്, വഹാബിസമാണ്. സോമാലിയയിലെ ജമാഅത്തു ശബാബിൽ മുജാഹിദീൻ, ജമാഅത്ത് ജുന്ദ് അൻസാറുള്ള, അതിന്റെയും പിന്നിലുള്ള ആശയ സ്രോതസ് വഹാബിസമാണ്. ഇറാഖിലെ ദൗലത്തുൽ ഇറാഖ്, ജമാഅത്ത് ജുന്ദ് അൻസാറുൽ ഇസ്ലാം, തൗഹീദ് വൽ ജിഹാദ്. ഇറാനിലെ ജയ്ഫുൽ അദ്ൽ, ഫിലിപ്പീൻസിലെ ഖലീഫ ഇസ്ലാമിയ, ലിബിയയിലെ അൽ ജമാഅത്തുൽ ലിബിയ അൽ മുഖാത്തല, ടുണീഷ്യയിലെ ടുണീഷ്യ കോമ്പറ്റ് ഗ്രൂപ്പ് അൻസാറു ശരിയ, അൾജീരിയയിലെ ജമാഅത്തു സലഫിയ തുടങ്ങിയ ഇവരൊക്കെ അപകടകരമായ ഈ തീവ്രവാദത്തിന്റെ നാരായ വേര് ആഴ്ന്നിറങ്ങിയവരാണ്. അതിനൊക്കെ കാരണം ഈ വഹാബിസമാണ് എന്ന് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇനിയോ മറ്റൊരു വിഭാഗം ലോകത്തെ അപകടകരമായ തീവ്രവാദം ഉണ്ടാക്കിയതിന്റെ യഥാർത്ഥ ആശ്രയ സോസുള്ള മറ്റൊരു വിഭാഗമാരാ? ജമാഅത്തെ ഇസ്ലാമി. അതാർക്കാ അറിയാത്തത്? ഇഖ്വാനുൽ മുസ്ലിമൂൻ ഈജിപ്തിൽ തുടങ്ങി അവിടെ ആഭ്യന്തര കലാപങ്ങളും ഈ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ച് ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെടാൻ കാരണക്കാരായ ഇഖ്വാനുൽ മുസ്ലിമൂന്റെയും അതേപോലെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെയും പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയുടെയും ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയുടെയും കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ ആശ്രയ സ്രോതസ്സുകൾ ആരാ? അബുൽ ആല മൗദൂദി, അതേപോലെ ഹസനുൽ ബന്ന, ഇവരുടെ ഗ്രന്ഥങ്ങൾ, സയ്യിദ് ഖുത്ബ്. ഇതല്ല, ഇതൊക്കെ വിശദീകരിക്കണോ? നിങ്ങൾക്ക് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരാ, നിങ്ങൾ എന്തൊക്കെ പേക്കുപ്പായവും പുള്ളിക്കുപ്പായവും അണിഞ്ഞാലും നിങ്ങളുടെ ഉള്ളിലുള്ള ഹുക്കൂമത്തെ ഇലാഹി ഉണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിലുള്ള മതരാഷ്ട്രവാദമുണ്ടല്ലോ, നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയോ? നിങ്ങൾ ഇന്ന് ആളുകളെ പറ്റിക്കുന്ന കുറെ ഏർപ്പാട്, ആ ഏർപ്പാട് കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിക്കും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിക്കും ഇന്ത്യ രാജ്യത്തെ ഫാഷിസ്റ്റുകളോട്, RSSകാരോട് അവരുടെ മുന്നിൽ കുനിഞ്ഞു നിന്ന് അവരോടൊപ്പം തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് വരെ എത്തി നിൽക്കുന്ന നിങ്ങളുടെ ഈ അരക്ഷിതാവസ്ഥക്ക് കാരണം നിങ്ങളുടെ ഉള്ളിൽ പുകയുന്ന ഈ തീവ്രവാദമാണ്.
അത് ഇല്ലാതാവണമെങ്കിൽ നിങ്ങൾ പച്ചയായി മൗദൂദിയെ തള്ളിപ്പറയാൻ തയ്യാറാവണം. മൗദൂദിയുടെ ഗ്രന്ഥങ്ങൾ നിങ്ങളും ഇപ്പോഴും അച്ചടിച്ച് IPH പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്യുന്നില്ലേ? ഖുത്ബാത്ത് നിങ്ങൾ വിൽപ്പന നടത്തുന്നില്ലേ? റുദാദ് ജമാഅത്തെ ഇസ്ലാം നിങ്ങൾ വിൽപ്പന നടത്തുന്നില്ലേ? നിങ്ങളുടെ ഭരണഘടനയില്ലേ? അത് മൗദൂദിയുടെ ജിഹാദില്ലേ? മൗദൂദിയുടെ ഒരുപാട് പുസ്തകങ്ങളില്ലേ? ഇതിലൊക്കെ ഇപ്പോഴും എന്താണ്? ഈ മതരാഷ്ട്രവാദമല്ലേ? ഞങ്ങൾ തെളിവ് പറയണോ? ആവശ്യമാണെങ്കിലും 100 കണക്കിന് 1000 തെളിവുകൾ നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ച് നിവർത്തിപ്പിടിച്ച് പറയാൻ ഞങ്ങൾ നിങ്ങൾ അതൊന്നും പിൻവലിച്ചിട്ടില്ല. നിങ്ങൾക്കതിൽ നിന്ന് കൈ കഴുകാൻ ഒരിക്കലും കഴിയൂല. ഇന്ത്യ രാജ്യത്ത് ഒരുപാട് അപകടമുണ്ടാക്കിയത്, കേരളത്തിൽ അപകടമുണ്ടാക്കിയത്, എന്റെ കയ്യിലുള്ളത് മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഒരുപാട് കേരളത്തിലെ ലേഖകന്മാരാണ് എഴുതിയത്. MI തങ്ങളുടെ ലേഖനമുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയാണ് ഇന്ത്യ രാജ്യത്ത് കേരളക്കരയിലൊക്കെ സംഘ് പരിവാർ ശക്തികൾക്ക് വളരാൻ വഴിയൊരുക്കി കൊടുത്തത്. ഞാനത് വായിച്ച സമയം കളയുന്നില്ല. മുസ്ലിം ലീഗിന്റെ നേതാവ് CP സൈദലവി എഴുതിയൊരു പുസ്തകമുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഒരു ചെളിയും കലരാത്ത പരിശുദ്ധ നെയ്യ്. ഇന്നും അത് വിപണിയിൽ ലഭ്യമാണ്. ചന്ദ്രിക ദിനപത്രത്തിൽ തുടർലേഖനം എഴുതിയതായിരുന്നു. ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരാ, ഈ നേരത്തെ ഇവരൊക്കെ പറഞ്ഞ ആരോപണങ്ങളിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും പിൻവലിച്ചിട്ടുണ്ടോ? തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ മൗദൂദിയെ തള്ളി പറയുമോ? ഈ പുസ്തകങ്ങൾ പിൻവലിക്കുമോ? ഇല്ലാത്ത കാലത്തോളം ജനാധിപത്യ വിരുദ്ധമായ, ഇവിടത്തെ ഈ മതേതരത്വ വിരുദ്ധമായ മതരാഷ്ട്രവാദത്തിന്റെയും ജിഹാദിയൻ ചിന്തകളുടെയും അപകടകരമായ തീവ്രവാദത്തിന്റെയും ഭീകരതയുടെയും അതിലേക്ക് ആളുകളെ തള്ളിവിട്ടതും 1000 ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടാൻ കാരണമായ നിങ്ങളുടെ തീവ്രവാദം നിങ്ങൾക്കും കൈകഴുകി പിന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയൂല. ബിദ്അത്ത് അപകടമാണ്. ഈ ബിദ്അത്താണ് ലോകത്തെ തീവ്രവാദങ്ങൾക്ക് മുഴുവൻ കാരണമാകുന്നത്. ബിദ്അത്താണ് യുക്തിവാദങ്ങൾക്ക് കാരണമാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം അപകടം. സുബ്ഹാനല്ലാഹ്, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇന്ന് നമ്മൾ മറുപടി പറയണ്ട. വഹാബികൾക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അവർ തന്നെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മർക്കസ് ദഅവ വിഭാഗത്തിനെതിരെ വിസ്ഡം ഗ്രൂപ്പ് പറയുന്നത് എന്താ? അവർ ഖുർആൻ തള്ളിയവരാണ്. 3000-ഓളം വരുന്ന സ്വഹീഹായ ഹദീത്ത് തള്ളിക്കളഞ്ഞ ഹദീത്ത് നിഷേധികളാണ്. സംഗതി അവര് പറഞ്ഞ് അവര് ക്ലിപ്പിട്ട് പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കും കൃത്യമായി ബോധ്യപ്പെടും. ഖുർആനിനെ പോലും അപ്പടി വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇത് ദീനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുമോ? ഇത് യുക്തിവാദത്തിലേക്കാണോ പോക്ക്? ഞങ്ങൾ പറയണ്ട, നിങ്ങളാണ് പറയുന്നത്. മുർത്തദ്ദാവാൻ കാരണമാവോ? ഖുർആനിനെ എങ്ങനെയാണ് മുഅ്മിനീങ്ങൾ വിശ്വസിക്കേണ്ടത്? ബുദ്ധിക്കെതിരായാൽ ഖുർആനിനെ തള്ളണം. ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് പറയാ. സൂറത്തുൽ ലുഖ്മാനിലെ ഒരു ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പറയാണ് ഖുർആൻ അപ്പടി വിഴുങ്ങരുത്, ഖുർആൻ പറയുന്ന അപ്പടി കേൾക്കരുത്, ഖുർആൻ അന്ധമായി പിൻപറ്റരുത്. നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ബുദ്ധിക്ക് തോന്നുകയാണെങ്കിൽ ഖുർആൻ അംഗീകരിച്ചാൽ മതി. ഇത് ദീനാണോ? ദീനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാവോ? 3000-ഓളം ഹദീസുകൾ തള്ളിപ്പറഞ്ഞുവെങ്കിൽ സ്വഹീഹായ ഹദീസുകൾ പോലും ലബോറട്ടറിയിൽ പരിശോധിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ കോഴിക്കോട്ടല്ലേ സമ്മേളനം നടത്തിയിട്ട്? അജുവാക്കാരക്കെ കുറിച്ചുള്ള ഹദീസ്, ഈച്ച വെള്ളത്തിൽ വീണാൽ ചെയ്യേണ്ട ഹദീസ്, ഇത് ശാസ്ത്രത്തെ, നിങ്ങളാണ് മതത്തിനകത്തുള്ള യുക്തിവാദികൾ. ഈ യുക്തിവാദമാണ് മതത്തിന് പുറത്തേക്ക് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നത്, കവാടം തുറന്നത്. E.A. ജബ്ബാർ യുക്തിവാദി പറയുന്നത് എന്താ? ജാമിദ ടീച്ചർ പറയുന്നത് എന്താ? അവര് പറയുന്നു അവരൊക്കെ യുക്തിവാദികളാവാൻ കാരണം അവരെ നിങ്ങളെ പഠിപ്പിച്ചത് വഹാബികൾ. എടവണ്ണ ജാമിയ നദുവയിലെ വഹാബി ആളുകളാണ്, നേതാക്കളാണ് അവർക്ക് ഈ ദീനിന്റെ ഉസൂല് പഠിപ്പിച്ചത്, ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്, ഹദീസ് പഠിപ്പിച്ചു കൊടുത്തത്. അവരെല്ലാത്തിനെയും വിമർശിക്കുന്നവരായി അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളെ സുന്നി ആലിമീങ്ങൾ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ യുക്തിവാദികളാവൂല. ഇന്ന് മുസ്ലിം ഉമ്മത്ത് ഏറ്റവും ഭയപ്പെടേണ്ടത് യുക്തിവാദമാണെന്ന് എല്ലാവർക്കും അറിയാം. മതത്തെ പൊളിക്കുന്ന ഈ യുക്തിവാദത്തിലേക്ക് വഴി തുറക്കുന്നത് വഹാബിസമാണ്, മൗദൂദിസമാണ്, സലഫിസമാണ്. ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. യുക്തിവാദവും മതതീവ്രവാദവും ഭീകരതയും ഒക്കെ നമ്മളെല്ലാവരും ഭയപ്പെടുന്നു. ആർക്കാ തർക്കമുള്ളത്?
എന്നിട്ട് ഇവിടെ ഫാഷിസത്തിന്റെ കാലമാണ് എന്ന് പറഞ്ഞ ആദർശം പറയരുത് എന്ന് പറയാ. ആദർശം ഇത്ര ഊക്കോടെ പറയുന്നത് ഇവിടെ ഒരു പാരമ്പര്യം നിലനിൽക്കാനാ, നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ പഠിപ്പിച്ച പാരമ്പര്യം നിലനിൽക്കാനാ. അത് നിലനിൽക്കണം. അതിന് ഈ അപകടകരമായ പുഴുക്കുത്തുകളെ ഇല്ലാതാക്കാൻ SKSSFന്റെ ചുണക്കുട്ടികൾ എവിടെ ഉണ്ടാകും. ഒരു കാര്യം പറയട്ടെ, വഹാബികളെ 8ആയി പൊട്ടിച്ചതിൽ ഞങ്ങളുടെ നേതാവ് സുന്നത്ത് ജമാഅത്തിന്റെ പടനായകൻ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവിന് ഏറ്റവും വലിയ പങ്കുണ്ട്. ഇത് പറഞ്ഞത് വഹാബികളാ, ഞങ്ങളല്ല. നിങ്ങളെ 8ആയി പൊട്ടിച്ചതിന് അതിന് ഹമീദ് ഫൈലിയുടെ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹം കുന്തമുന പോലെ നിങ്ങളോട് ചോദിച്ച ചില ചോദ്യങ്ങൾ, അദ്ദേഹം എഴുതിവിട്ട ചില ചോദ്യത്തിന്റെ ശരങ്ങൾ തൗഹീദിലും ശിർക്കിലും നിങ്ങളെ 8ആയി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഹമീദ് ഫൈലിയുടെ പിന്മുറക്കാർ, ശംസുൽ ഉലമയുടെ പിന്മുറക്കാർ, ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെ പിന്മുറക്കാർ, ബഹുമാനപ്പെട്ട MT മുസ്തഫ അഷ്റഫിയെ പോലെ, MT അബൂബക്കർ ദാരിമിയെ പോലെ, മുജ്തബ ഫൈലിയെ പോലെ, അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദിനെ പോലെ SKSSFന്റെ ചുണക്കുട്ടികൾ ഇസ്തിഖാമയുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള കാലത്തോളം ഏത് കൊലകൊമ്പന്മാരോട് സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. അത് തൗഹീദാണോ ശിർക്കാണോ ഏത് വിഷയത്തിലും. SKSSFന്റെ മക്കൾ ആദർശം പറയുന്നില്ല എന്ന് പറഞ്ഞ് ഇതിനെ ഈ സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള നിലക്കൊള്ളലിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. ഈ പ്രയാണം തുടരും. ഇത് സമസ്തയുടെ ആശീർവാദത്തോടുകൂടെയാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത്. ആരും ഇത് നിർത്തിവെക്കാമെന്ന് മോഹം കണ്ട് സ്വപ്നം കണ്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങണ്ട. ഇത് സമസ്തയുടെ ഉലമാക്കളുടെ, സമസ്തയുടെ നേതൃത്വത്തിന്റെ ആശീർവാദത്തോടുകൂടെയാണ് ഇത് നടത്തുന്നത്. ഈ ക്യാമ്പയിന്റെ പല പരിപാടികളിലും സമസ്തയുടെ മുഷാവറ അംഗങ്ങളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സയ്യിദുൽ ഉലമ പല ഭാഗത്തും ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന MT ഉസ്താദ് പങ്കെടുക്കുന്നു. ഇവിടെ മുഷാവറ അംഗം ബഹുമാനപ്പെട്ട മഹാനായ അബ്ദുസലാം ബാഖവി ഉസ്താദ് ഉദ്ഘാടനം ചെയ്തത്. വാക്കോട് ഉസ്താദ് പങ്കെടുക്കുന്നു, AV ഉസ്താദ് പങ്കെടുക്കുന്നു. സമസ്തയുടെ മുഷാവറ അംഗങ്ങൾ പലരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആരും അത് സ്വപ്നം കണ്ട് നടക്കണ്ട. ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. SKSF നിലകൊള്ളുന്നത് സമസ്തക്ക് വേണ്ടിയാ. ഞാനൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സമസ്ത രൂപീകരിച്ചത് എന്തിനു വേണ്ടിയാ? ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാ. സമസ്ത രൂപീകരിച്ചത് ഒരു പൊതു ഇസ്ലാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊതു ഇസ്ലാമിന്റെ പൗഡറിട്ട ദഅവത്തിന് വേണ്ടിയല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബ്യൂട്ടി പാർലറിൽ പോയ ഒരു ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടിയല്ല സമസ്ത ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. സമസ്തയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പഴച്ചു പോയ കക്ഷികൾ ആരൊക്കെയാണ് എന്ന് ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. വഹാബിസം ബിദ്അത്താണെന്ന് പറഞ്ഞു. ലോകരാജ്യങ്ങളും റാബിത്ത വരെ പറയുന്നതിന് മുമ്പ് ഖാദിയാനിസം പഴച്ച കക്ഷിയാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് സമസ്ത പറഞ്ഞു. മൗദൂദിസം ബിദ്അത്താണെന്ന് പറഞ്ഞു. തബ്ലീഗ് ജമാഅത്ത് ബിദ്അത്താണെന്ന് പറഞ്ഞു. ഒരുപാട് കള്ളത്തരീക്കത്തുകൾ പഴച്ചതാണെന്ന് പറഞ്ഞു. പല ആളുകൾക്കെതിരെ ബഹുമാനപ്പെട്ട സമസ്ത നടപടി സ്വീകരിച്ചു. ചില ആളുകളെ സമസ്തയിൽ നിന്ന് പുറത്താക്കി. വലിയ വലിയ ആളുകളെ പോലും സമസ്ത തിരുത്തിയിട്ടുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും സമസ്ത ഇടപെട്ടിട്ടുണ്ട്. സമസ്തയുടെ വിശ്വാസത്തിനും സുന്നത്ത് ജമാഅത്തിന്റെ വഴിക്കും സമസ്തയുടെ തീരുമാനത്തിനും എതിരായി അബുൽ കമാൽ കാടേരി ഉസ്താദ് മഹാപണ്ഡിതനായിരുന്നില്ലേ? കാടേരി ഉസ്താദിനെ പോലും സമസ്ത തിരുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ അത് സമസ്ത പറഞ്ഞപ്പോ അതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്, സ്വയം തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാരെ തിരുത്തി. പല ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ സമസ്തക്കൊരു റൂട്ടുണ്ട്. അതിനെതിരായി വന്നാൽ സമസ്ത പറയും, തിരുത്തും. അവിടേക്ക് നിങ്ങൾ പോകരുതെന്ന് മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തും. ഇത് സമസ്തയുടെ ഉത്തരവാദിത്തമല്ലേ? അത് വളരെ സൂക്ഷ്മതയോടുകൂടെ തന്നെയാണ് കൈകാര്യം ചെയ്യാറുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, CIC-ക്കെതിരെ സമസ്ത നടപടി സ്വീകരിച്ചു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു എടുത്തയാട്ടം കൊണ്ട് ചെയ്തതല്ലല്ലോ. സമസ്ത അതിന്റെ തണലിൽ വളർന്നതാണ് CIC വാഫി വഫിയ സംവിധാനം. ഒരു കാര്യം നമ്മൾ ആത്മാർത്ഥമായി മനസ്സിലാക്കണം, എന്റെ ശബ്ദം കേൾക്കുന്നവർ. ഇത് ഇനിയും ഒരുപാട് ആൾ കേൾക്കുമെന്ന് എനിക്കറിയാം. ഞാൻ വിനയത്തോടുകൂടെയാണ് പറയുന്നത്, വികാരത്തോടുകൂടെയല്ല. ഞങ്ങൾ ആരും ഈ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെ പൊളിക്കാൻ വന്നവരല്ല. ഇന്ന് അതല്ലേ പ്രചരിപ്പിക്കുന്നത്? അസൂയയാണ്. ഒരു ലോകോത്തര വിദ്യാഭ്യാസ സംവിധാനം വളർന്നു വന്നപ്പോൾ അതിനെ പൊളിക്കാനുള്ള അസൂയയാണ്. സഹോദരങ്ങളെ, ഒരിക്കലും അങ്ങനെയല്ല. ഇതിനെ പൊളിക്കാൻ വന്നവരാണ് അബ്ദുൽ ഹമീദ് ഫൈലി എന്ന് നിങ്ങൾ പറയുന്നു. ഹമീദ് ഫൈലി അമ്പലക്കട ഉസ്താദിന്റെ മകൻ വാഫിയാണ്,
മകൾ വഫിയയാണ്. ഈ സംവിധാനത്തെ വിശ്വസിച്ചുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ടവർ 8 കൊല്ലം മകനെ വാഫിക്ക് പഠിപ്പിച്ചത്, 5 കൊല്ലം മകളെ വഫിയക്ക് പഠിപ്പിച്ചത്. അവരാ ബിരുദം നേടിയത്. വാക്കോട് ഉസ്താദിന്റെ മകൻ വാഫിയാണ്. സമസ്തയുടെ മുഷാവറ അംഗങ്ങളുടെ പലരുടെയും മക്കള്, മരുമക്കള്, പേരക്കുട്ടികള് വാഫികള്, വഫിയകള്. ഞങ്ങളൊക്കെ അതിനു വേണ്ടി പ്രവർത്തിച്ചവരാ. ഞാന് ഒരു വഫിയ കോളേജിന്റെ കമ്മിറ്റിയിലും ആ സ്ഥാപനത്തിന് വേണ്ടി പിരിവെടുക്കാനും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. കാളികാവ് PG ക്യാമ്പസിന് വേണ്ടി പിരിവെടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ ആളുകളൊക്കെ ഈ സംവിധാനത്തിന്റെ കൂടെ നിന്നവരാ. കാരണം സമസ്തയുടെ കീഴിൽ അതുണ്ടായത്, സമസ്തയുടെ ആശീർവാദത്തിലാ. സമസ്തയുടെ കീഴിൽ സുന്നത്ത് ജമാഅത്തിന്റെ മക്കളായി 2 വിദ്യാഭ്യാസവും പഠിച്ച മക്കൾ വളർന്നു വരട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചത്. പക്ഷേ ചില പ്രതിസന്ധികളും അപകടങ്ങളും മണത്തപ്പോ അതിനെ വർഷങ്ങൾക്ക് മുമ്പേ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്നുണ്ടായതല്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് ഇപ്പൊ തുടങ്ങിയതല്ല, 25 കൊല്ലം മുമ്പുള്ള വേട്ടയാണ്. വേട്ടയാണ് എന്ന് ഉസ്താദെ നിങ്ങൾക്ക് തോന്നിയതാണ്, വേട്ടയല്ല. നിങ്ങളുടെ ചില പ്രഭാഷണങ്ങളും നിങ്ങളുടെ ചില വിശ്വാസങ്ങളും അന്ന് മുതലേ ഉസ്താദുമാർ തിരുത്താൻ ശ്രമിച്ചതാണ്. അതിന് വേട്ട എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. ഞാനത് വഴിയെ പറയാം. 2013 മുതൽ ഈ പുതിയ പ്രതിസന്ധിയുടെ തുടക്കം കുറിക്കുന്നുണ്ട്. 2013 മുതൽ. അതിന് കാരണം എന്താണെന്നറിയാം, ചരിത്രം കുറച്ചൊക്കെ നമുക്കറിയാം. എന്നാലും ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ വളാഞ്ചേരി മർക്കസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സംവിധാനം രൂപപ്പെടുന്നത്. ബഹുമാനപ്പെട്ട PP മുഹമ്മദ് ഫൈലി ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഒരു പദ്ധതി കൊണ്ടുവരുന്നതിൽ ബുദ്ധിപരമായി നീക്കം നടത്തിയ ആളുകളാ. അങ്ങനെ അവിടെ ഒരു വിഷയം ഉണ്ടായി. ആ വിഷയം ഒരു പ്രതിസന്ധി വന്നപ്പോ യോഗം ചേർന്ന് പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ഒരേ ഒരു അജണ്ടക്ക് വേണ്ടി യോഗം ചേർന്നു 2013 ഒക്ടോബർ 24. എന്താ പ്രശ്നം? വാഫി സർട്ടിഫിക്കറ്റിൽ, അന്ന് വഫിയ ഇല്ല, വാഫി സർട്ടിഫിക്കറ്റിൽ തഹത്ത ഇസ്രാഫി സമസ്ത കേരള ജമിയത്തുൽ ഉലമ സമസ്തയുടെ കീഴിൽ എന്ന് ചേർക്കണം. 3 തീരുമാനങ്ങളെടുത്തു. ഒന്ന്, രണ്ടാമത്തത് വളാഞ്ചേരി മർക്കസ് കേന്ദ്രീകരിച്ചായിരിക്കണം അതിന്റെ ഹെഡ് ഓഫീസ്, പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടെ. മൂന്നാമത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് മർക്കസിൽ നിന്നാവണം. ഇത് അന്ന് ഹൈദർലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനം. ഈ തീരുമാനം പിന്നീട് 2017 ഓഗസ്റ്റ് 6 സനദ് ദാനം നടക്കുന്നത്. പക്ഷേ ഇത് പാലിക്കപ്പെട്ടില്ല. ഇത് സമസ്തയുടെ കീഴിൽ നിന്ന് സർട്ടിഫിക്കറ്റിൽ എഴുതിയില്ല. ഇത് നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു, തങ്ങളുടെ ശ്രദ്ധയിൽ നേതാക്കൾ ഉൾപ്പെടുത്തി. 2018 ജനുവരി 10 പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ ബഹുമാന്യനായ ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരിക്ക് ഒരു കത്തെഴുതി. ഞാൻ അദ്ദേഹത്തോട് ബഹുമാനത്തോടു കൂടെയാണ് പറയുന്നത്, അനാദരിച്ചുകൊണ്ടല്ല. എന്താണ് തങ്ങൾ കത്തെഴുതിയത്? ഹക്കീം ഫൈലിക്ക്, അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരിക്ക് ഈ വിഷയം പറഞ്ഞു. തങ്ങൾ ഇങ്ങനെ സമസ്തയുടെ കീഴിൽ എന്ന് തഹ്ത അഷ്റാഫി സമസ്ത എന്ന് നാം ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. 2017 ഓഗസ്റ്റ് 6 മർക്കസിൽ വെച്ച് നൽകിയ സർട്ടിഫിക്കറ്റിൽ ഇത് ചേർത്തു കണ്ടില്ല. എന്തുകൊണ്ട്? ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വാഫി വഫിയ പ്രസ്ഥാനം മർക്കസിൽ നിന്നുണ്ടായതല്ലേ? ആ കോഴ്സ് തേടി വരുന്നവർക്ക് മർക്കസാണ് അംഗീകാരം നൽകേണ്ടത്. തേടി വരുന്നവരിൽ ഏതാനും പേരെ ചേർത്തുണ്ടാക്കിയ കമ്മിറ്റിയോ താങ്കളോ അല്ല. അതിനാൽ വാഫി വഫിയ കോളേജുകളുടെ കേന്ദ്ര കമ്മിറ്റി മർക്കസ് കമ്മിറ്റി ആവണം, CIC അല്ല. ദാറുൽ ഹുദ പോലെ, ജാമിയ ജൂനിയർ പോലെ ബഹുമാനപ്പെട്ട തങ്ങൾ അതിന് ഉദാഹരണവും പറഞ്ഞു. പക്ഷേ അതിന് മറുപടി കൊടുത്തെന്താ? ഏറെയൊക്കെ 2 മാസത്തോളമായപ്പോൾ ഒരു മറുപടി. ബഹുമാനപ്പെട്ട വളാഞ്ചേരി മർക്കസിന്റെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ പവിത്ര സമക്ഷത്തിങ്കലേക്ക് 10/1/2018 തങ്ങൾ ഒപ്പുവെച്ച കത്ത് കൈപ്പറ്റി. കത്തിൽ പറയുന്ന 1ഉം 2ഉം പ്രശ്നങ്ങൾ 5 വർഷം മുമ്പ് നടന്ന ചർച്ചയ്ക്ക് ശേഷം നല്ല നിലയിൽ അവസാനിച്ചതാണല്ലോ. എങ്ങനെ നല്ല നിലയിൽ അവസാനിച്ചത്? ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ? ഇത് അവരെഴുതി ഒപ്പിട്ട രേഖയല്ലേ? ഇതൊരു കളിയാക്കുന്നത് പോലെയുള്ള ചോദ്യമല്ല. അങ്ങനെയാണ് നമുക്കൊക്കെ തോന്നിയത്. അല്ല, വിനയത്തോടെ പറയാണ്. അന്ന് ഇതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായില്ല. പിന്നെ ഇപ്പം അതിന് മറുപടി എന്താ പറയാ? അത് കഴിഞ്ഞിട്ട് പിന്നെ CICയുടെ സർട്ടിഫിക്കറ്റിലെ ബഹുമാനോടെ തങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്. പ്രശ്നങ്ങൾ അന്നുണ്ടായി എന്ന് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ കുറെ മസലഹത്തുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ ഒരു വിദ്യാഭ്യാസ സംവിധാനം എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകട്ടെ എന്നുള്ള നിലയിൽ സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാകും.
അത് ഇതിനെതിരല്ല. കാരണം മഹാന്മാരായ സാദാത്തുക്കളുടെ രീതി അങ്ങനെയാണ്. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇത് അന്ന് മുതൽ ചെറിയ അസ്വാരസ്യങ്ങൾക്ക് തുടക്കം കുറിച്ചു. കാരണം CIC വേറെ ഒരു ബോഡി മർക്കസിനെ അതിൽ നിന്ന് ഒഴിവാക്കി, അതിനുവേണ്ടി ഒരു കമ്മിറ്റി, അതിനൊരു സ്വതന്ത്ര കമ്മിറ്റി. ഇതിനൊരു സൈക്കോളജി നമ്മൾ മനസ്സിലാക്കിയത് CICയെ സമസ്തയിൽ നിന്ന് വേർപെടുത്തണം, ആരുടെയും കീഴിലാവരുത്, സ്വതന്ത്ര ബോഡി ആവണം. അത് പിന്നീട് പ്രഖ്യാപിച്ച് നമ്മൾ കണ്ടതാണല്ലോ. അതാണ് ഇതിൻ്റെ തുടക്കം. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം വന്നത് എന്താ? പെൺകുട്ടികളുടെ വിവാഹപ്രായം, വിവാഹ പ്രശ്നം. അതായത് വഫിയ കോഴ്സിന് പഠിക്കുന്ന പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ പാടില്ല, നിക്കാഹ് നടത്താൻ പാടില്ല. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെ ബുദ്ധി കൊണ്ട് ചോദിക്കുകയാണ്, ലോകത്ത് ഏതെങ്കിലും ഒരു കോഴ്സിന് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ നിയമമുണ്ടോ? അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികൾ, അതൊക്കെ നിങ്ങൾ ലോകം തിരിയുന്ന ആളുകളാണല്ലോ, വഫിയ സംവിധാനത്തിൻ്റെ ആളുകൾ. ലോകത്ത് അതിന് നമ്മുടെ വേണ്ട, മുസ്ലിം വിഭാഗത്തിൻ്റെ ഒന്നും വേണ്ട, ഏതെങ്കിലും അന്താരാഷ്ട്ര വലിയ വലിയ കോഴ്സുകൾ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നില്ലേ, യൂണിവേഴ്സിറ്റികളില്ലേ? പെൺകുട്ടികൾ പൈലറ്റുമാരാവാൻ പഠിക്കുന്നില്ലേ, ഡോക്ടർമാരാവാൻ പഠിക്കുന്നില്ലേ, എഞ്ചിനീയർമാരാവാൻ പഠിക്കുന്നില്ലേ, ഗവേഷണം ചെയ്യുന്നില്ലേ? ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഒരു കോഴ്സിന് കല്യാണം പാടില്ല എന്ന നിബന്ധന വെച്ചിട്ടുണ്ടോ? ഞാൻ അന്വേഷിച്ച് കിട്ടിയിട്ടില്ല. ആരോ ഒരാൾ പറഞ്ഞ് ഏതോ ഒരു കോഴ്സിനുണ്ട് എന്ന്. വളരെ ഒറ്റപ്പെട്ട ഒരു കാര്യം. ഇവിടെ പറഞ്ഞത് എന്താ? സമസ്ത പറഞ്ഞത് കോഴ്സിൻ്റെ ഇടയിൽ എല്ലാ പെൺകുട്ടികളും കെട്ടിക്കണം എന്നല്ല. സമസ്ത ആവശ്യപ്പെട്ടത് എന്താ? ഏതെങ്കിലും ഒരു പെൺകുട്ടി നിക്കാഹ് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് കോഴ്സ് പൂർത്തിയാക്കാൻ അവസരം കൊടുക്കണം എന്നാണ്. ഇവരെന്താ ചെയ്യുന്നത്? നിക്കാഹ് കഴിഞ്ഞു എന്നതിൻ്റെ പേരിൽ പഠനം അവിടെ നിർത്തി പുറത്താക്കി, കോഴ്സ് പൂർത്തിയാക്കാൻ അവസരം നൽകുന്നില്ല. സമസ്ത പറയുന്നത് നിക്കാഹ് കഴിഞ്ഞോട്ടെ, ചിലപ്പോൾ ഇപ്പം 18 വയസ്സ് വിവാഹപ്രായം 21 ആക്കണം എന്ന ചർച്ചയൊക്കെ വന്നപ്പോൾ ഗവൺമെന്റ് അങ്ങനെ തീരുമാനിക്കുമെന്ന് ഭയപ്പെട്ടപ്പോൾ ഒരുപാട് നിക്കാഹുകളൊക്കെ നടന്ന ഘട്ടമുണ്ടായിരുന്നില്ലേ? ആ ഘട്ടമൊക്കെ നമ്മൾ കഴിഞ്ഞു കടന്നതല്ലേ? ചില അനിവാര്യ ഘട്ടങ്ങളിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ നമ്മൾ അന്നൊക്കെ ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ക്യാൻസർ രോഗിയായ ഒരു ഉപ്പ, അല്ലെങ്കിൽ ഒരു മാരകമായ രോഗം ബാധിച്ചു കിടക്കുന്ന ഉപ്പ, കുട്ടിക്ക് 18 വയസ്സായി, മൂപ്പർക്ക് ആഗ്രഹമുണ്ട്, കാരണം ഞാൻ മരിക്കും, അള്ളാഹു ആലം, മരണം അള്ളാന്റെ അടുത്താണ്, എന്നാലും ഈ വലിയ രോഗത്തിൽ മരണം മുന്നിൽ ഡോക്ടർമാർ പറഞ്ഞു 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം. ഉപ്പാക്ക് ആഗ്രഹം, ഞാൻ മരിക്കുന്നതിനും എൻ്റെ മോളെ ഒന്ന് നിക്കാഹ് ചെയ്തു വെക്കണം. അങ്ങനെയൊക്കെ ആഗ്രഹം വന്നാൽ അതിന് തടയിടാൻ പാടുണ്ടോ? ഒരു മാനുഷിക പരിഗണനയല്ലേ? ബഹുമാനപ്പെട്ട സമസ്ത ഇതിനു വേണ്ടി കത്ത് നൽകി 2021 ജനുവരി 13, 21 ഏപ്രിൽ 4 മറുപടി. എന്താ മറുപടി? നിങ്ങൾ ശ്രദ്ധിക്കണം. നിലവിലുള്ള ഭരണഘടന പ്രകാരം അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ CICക്ക് അവകാശമുണ്ട്, അതിൽ സമസ്ത ഇടപെടണ്ട, അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 1.5 വർഷത്തിനുള്ളിൽ ഏറെക്കുറെ 6 കത്തുകൾ സമസ്ത നൽകി. ഇതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥയും ചർച്ചയും. 2021 നവംബർ 23 7 അംഗ പണ്ഡിത സമിതി, സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളുണ്ട്, ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെ സമസ്തയുടെ മുഷാവറയിലെ 7 നേതാക്കൾ അവരെ ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പം എന്താ പറഞ്ഞതെന്ന് അറിയോ? ആ ചർച്ചയിൽ വിവാഹം അത് വിദ്യാഭ്യാസത്തിന് വേണ്ടി നീട്ടിവെക്കാം എന്നത് ഞങ്ങൾ കിതാബ് കൊണ്ട് തെളിയിക്കാം. അത് കിതാബിയായ ചർച്ചയ്ക്ക് ഞങ്ങൾ ഒരു വെല്ലുവിളി, ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ആരോടാ പറഞ്ഞത്? സമസ്തയുടെ ഉന്നതന്മാരായ ഉസ്താദുമാരോട്. ഇങ്ങനെ അത് അംഗീകരിക്കാതെ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞങ്ങളൊക്കെ അത് അംഗീകരിച്ച് സറണ്ടറായി എന്നൊക്കെ പറഞ്ഞത്. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊക്കെ കഴിഞ്ഞ് 2022 ജനുവരി 8 പാങ് ക്യാമ്പസിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ജനുവരി 8 എന്നാണ് എൻ്റെ ഓർമ്മ. ജനുവരി ആദ്യത്തിലാണ് സെനറ്റ് ചേർന്നു. ഭരണഘടന ഭേദഗതിയാണ് പ്രധാന അജണ്ട. 140 പേജിലധികം വരുന്ന അതിൻ്റെ PDF ഒക്കെ ലഭ്യമാണ്. മാറ്റിയ ഭരണഘടന, CICയുടെ ഭരണഘടന. ആ ഭരണഘടന മാറ്റുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ കേട്ടതാണ്. ഞാനിത് ഇനി യൂട്യൂബിലും മറ്റുമൊക്കെ ഇനി തുടർന്നുണ്ടാവുമല്ലോ, അതിനുവേണ്ടി പഠിക്കാത്ത ആളുകൾക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ A എന്ന് കൊടുത്തത് എന്തിനാ അത് മാറ്റിയത്? അന്ന് ആ സെനറ്റ് യോഗത്തിൽ തന്നെ ഒരുപാട് ആളുകൾ അതിനെ ചോദ്യം ചെയ്തു. അപ്പോഴൊക്കെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈദി ആദർശേരി അതിനൊക്കെ
വിശദീകരിച്ച് അത് അംഗീകരിക്കാതെ സദസ്സിൽ ഒരുപാട് ആളുകൾ, ഉമറാക്കളും ഉലമാക്കളും അത് മാറ്റരുതേ എന്തിനാണ് സമസ്തയെ വെട്ടിക്കളയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിനൊക്കെ ഉരുണ്ട് കളിച്ച് മറുപടി പറഞ്ഞ് അത് പാസ്സാക്കിയെടുത്തു. പാസ്സാക്കാൻ ചില തന്ത്രങ്ങൾ നേരത്തെ ചെയ്ത് ഞങ്ങൾക്കൊക്കെ അതറിയാം. കാരണം സെനറ്റിൽ അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന കൂടുതൽ വാഫികളെ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകൾ അതിനുവേണ്ടി കുറേ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചു. അതേ സെനറ്റിൽ എന്നും അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടാനുള്ള തന്ത്രങ്ങളൊക്കെ നേരത്തെ ചെയ്തു. അതൊക്കെ ഒരുപാട് കഥകളാണ്. നല്ല ബുദ്ധിയുള്ള ആളാണ്. അള്ളാഹു ആ ബുദ്ധി സുന്നത്ത് ജമാഅത്തിനും സമസ്തക്കും വിനിയോഗിക്കാൻ ഇനിയും അദ്ദേഹത്തിന് തൗഫീക്ക് നൽകട്ടെ. അവരൊക്കെ തിരിച്ചു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തിനാ ഭരണഘടന മാറ്റിയത്? നിങ്ങൾ നോക്കി, നമ്മുടെ ഒക്കെ ഭരണഘടന ഉള്ളതുപോലെ ഇപ്പോൾ കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ ഓഫീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വീക്ഷണവും ഉപദേശ നിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉന്നത ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക് പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതികളും സർവകലാശാല മാതൃകയിൽ കാലോചിതമായി പരിഷ്കരിക്കുക, ഏകീകരിക്കുക, പുതിയ പാഠ്യപദ്ധതികൾ ആവിഷ്കരിക്കുക. ഇത് മാറ്റിയിട്ട് എന്താ കൊടുത്തത്? സമസ്തയെ പറ്റ വെട്ടി, സമസ്തയുടെ ഉപദേശ നിർദ്ദേശം അതൊക്കെ വെട്ടി ഒഴിവാക്കി. എന്നിട്ട് എന്താക്കി? ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളും സ്ഥാപിച്ച് നടത്തുക. ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അഫിലിയേറ്റ് ചെയ്ത് അവയുടെ അക്കാദമിക് പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതികളും കാലോചിതമായി പരിഷ്കരിച്ച് ഭൗതിക വിദ്യകളോട് സമന്വയിച്ചും അല്ലാതെയും നടപ്പാക്കുക, ഏകീകരിക്കുക, പുതിയ പാഠ്യപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക. അങ്ങനെ എഴുതി. സമസ്തയെ പറ്റ എന്തിനാണ് ഇത് ഒഴിവാക്കിയത്? എന്തായിരുന്നു അതിൽ ലാഭം? രണ്ടാമത്തത്, ഈ സംഘടനക്ക് 5A പറയുന്ന സമസ്തയുടെ പ്രസിഡന്റ്, ജാമിഅ നൂരിയയുടെ പ്രസിഡന്റ്, ജനറൽ ബോഡി തിരഞ്ഞെടുക്കുന്ന ഒരു വിദ്യാഭ്യാസ വിചക്ഷണ 3 അംഗ ഉപദേശക സമിതി ഉണ്ടായിരിക്കുന്നതാണ്. സയ്യിദുൽ ഉലമയാണ് സമസ്തയുടെ പ്രസിഡന്റ്. ഇത് ഭരണഘടന ഭേദഗതി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതെന്തെങ്കിലും മാറ്റണമെന്ന ഒരു ലക്ഷ്യമായിരിക്കാം. അതുകൊണ്ട് എന്താ ചെയ്തത്? 6A പറയുന്ന സമസ്ത മുശാവറയുടെ ഒരു പ്രതിനിധി, അതേപോലെ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നിവരടങ്ങുന്ന 3 അംഗ ഉപദേശക സമിതി ഉണ്ടായിരിക്കുന്നതാണ്. ഇവരെ CIC സെനറ്റ് തിരഞ്ഞെടുക്കുന്നതാണ്. അതായത് മുശാവറയിൽ നിന്ന് ആരാണ് വരേണ്ടത് എന്ന് പോലും CIC ആണ് തീരുമാനിക്കുക. എന്തിനാണ് ഇത് മാറ്റിയത്? ഈ ഭരണഘടന മാറ്റിയത് അത് നമുക്ക് പിന്നീട് മനസ്സിലായി. കാരണം ബഹുമാന്യനായ, എന്നെക്കാൾ പ്രായവും പാണ്ഡിത്യവും ഒക്കെ ഉള്ള ആളാണ് അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരി ഉസ്താദ്. പൊതുജനത്തിൻ്റെ മുന്നിൽ, പത്രക്കാരുടെ മുന്നിൽ പറഞ്ഞു, CIC-യുമായി സമസ്തക്കൊരു ബന്ധവുമില്ല, സമസ്തക്കൊരു റൈറ്റും ഇല്ല, ഇത് ഒരു സ്വതന്ത്ര സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു ബോഡിയാണ് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കേട്ടു. ഞാൻ പറയട്ടെ, സമസ്ത CIC-യെ ഒഴിവാക്കിയതല്ല ആദ്യം നടന്നത്. സമസ്ത അബ്ദുൽ ഹക്കീം ഫൈലിയെ ഒഴിവാക്കിയതല്ല ആദ്യം നടന്നത്. ഈ ഡേറ്റ് നിങ്ങൾ ഓർക്കണം. 2022 ജനുവരി ആദ്യത്തിൽ ജനുവരി 8-നാണെന്നാണ് ഓർമ്മ. ഇനി ഒരു ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. 2022 ജനുവരി ആദ്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഭരണഘടനയിൽ നിന്ന് വെട്ടിമാറ്റിയത്, സമസ്തയുടെ പ്രസിഡന്റിനെ ഉപദേശക സമിതിയിൽ നിന്ന് വെട്ടിമാറ്റി ഭരണഘടന തിരുത്തി സമസ്തയോടുള്ള ബന്ധം വിച്ഛേദിച്ചത് നിങ്ങളാണ്. സമസ്തയെ നിങ്ങളാണ് ആദ്യം ഒഴിവാക്കിയത്. അത് മറന്നു പോകണ്ട. അതിനുശേഷമാണ് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവുന്നത്. 2022 നവംബർ 9-നാണ് അബ്ദുൽ ഹക്കീം ഫൈലി ഉസ്താദിനെ സമസ്ത പുറത്താക്കുന്നത്. നോക്കി, ജനുവരി കഴിഞ്ഞിട്ട് നവംബർ മാസം എന്ന് പറഞ്ഞാൽ ഏതാ മാസം? 11-ാം മാസം. ഈ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കി ഈ പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നമ്മുടെ ഉസ്താദുമാരുടെ കൂടിയാലോചനകളും മറ്റുമൊക്കെ ഇതിനിടയിലൊക്കെ നടന്നിട്ടുണ്ട്. ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ചകൾ നടന്നു എന്നത് അബ്ദുൽ ഹക്കീം ഫൈലി ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ അംഗീകരിച്ച കാര്യമാണ്. പിന്നെ അദ്ദേഹത്തെ കേട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തെ വ്യക്തിപരമായി സമസ്തയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഉള്ള ചില വിഷയങ്ങൾ അത് ഞാൻ സൂചിപ്പിക്കാം. CIC-യുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നിരന്തരം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഉസ്താദുമാർ ഇതൊക്കെ വളരെ നമ്മയൊന്നും അറിയിക്കാതെ ചെയ്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന MT ഉസ്താദ് പ്രസംഗിച്ച് നമ്മൾ കേട്ടതല്ലേ? കുറേ മുമ്പ്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ്, നമ്മുടെ സുപ്രഭാതം പത്രം വരുന്നതിന് മുമ്പ്, ചന്ദ്രിക പത്രത്തിലും മറ്റു ചില നമ്മുടെ മാസികകളിലും മറ്റുമൊക്കെ പരസ്യം വന്നു. വഫിയ സംവിധാനത്തിൻ്റെ സിലബസ് സമസ്ത പരിശോധിച്ച് അംഗീകരിച്ച സിലബസാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉടനെ സമസ്ത പ്രസ്താവന ഇറക്കിയില്ല, ഞങ്ങൾ പരിശോധിച്ച് അംഗീകരിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നു, പരിശോധിച്ച് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ സമസ്ത അങ്ങനെ പരസ്യ പ്രസ്താവന നടത്തില്ല, ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല.
ഇത് കണ്ടപ്പോൾ MT ഉസ്താദ് എന്താ ചെയ്തത്? സമസ്തയിൽ ഇത് ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. ആരും അറിയാതെ അവരുടെ സിലബസും അവരുടെ പുസ്തകങ്ങളൊക്കെ വരുത്തി, അതിനെക്കുറിച്ച് പഠിച്ചു, തിരുത്തലുകൾ വരുത്തി. ചില പുസ്തകങ്ങൾ മാറ്റണം, ചിലത് കൂട്ടിച്ചേർക്കണം. സമസ്ത അത് പരിശോധിച്ചു, അംഗീകരിച്ചു കൊടുത്തിരുന്നു. ഒരു കാലഘട്ടത്തിൽ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ പൊട്ടലും ചീറ്റലുമില്ലാതെ സമസ്തയുടെ കീഴിൽ ഭംഗിയായി ഒരു വിദ്യാഭ്യാസ സംവിധാനം നടന്നു പോകട്ടെ എന്ന് ആഗ്രഹിച്ച് ചെയ്തതായിരുന്നു. പക്ഷേ അവസാനം ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് നടപടികളെയൊക്കെ തിരിഞ്ഞത്. ഞാൻ ചുരുക്കി വേഗത്തിൽ പറയാം. ഇപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ പരിതപിക്കുന്ന ഒരു കാര്യമുണ്ട്. സമസ്ത അബ്ദുൽ ഹക്കീം ഫൈദി ഉസ്താദിനെ മുബത്തദിയായി പ്രഖ്യാപിച്ചു. സമസ്ത അങ്ങനെ പ്രഖ്യാപിച്ചില്ല. അദ്ദേഹം ബിദ്അത്തുകാരനാണ്, പഴച്ചുപോയ ആളാണ് എന്ന് സമസ്ത പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹം തന്നെ ഒരിക്കലും മൈക്കൊക്കെ ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഏപ്രിൽ 1-ാം തീയതി സമസ്ത എന്നെ മുർത്തദ്ദാക്കി, എന്നെ കാഫിറാക്കി. അങ്ങനെ സമസ്ത ചെയ്തോ? ഏപ്രിൽ 1-ന് കൂടിയ മുഷാവറയിൽ ഞാൻ 2 തീരുമാനങ്ങളും വായിക്കാം. 2022 നവംബർ 9-ന് ഹക്കീം ഫൈദിയെ പുറത്താക്കിയതിന് സമസ്ത പറഞ്ഞ കാരണം വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾക്കും സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമായി പ്രചരണം നടത്തുകയും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തതായി സമസ്ത മുഷാവറക്ക് ലഭിച്ച രേഖാമൂലമുള്ള പരാതിയിൽ നിന്നും ഇത് സംബന്ധമായി നിയോഗിച്ച സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ നിന്നും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അബ്ദുൽ ഹക്കീം ഫൈദി ആദർശേരിയെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാ ഘടകങ്ങളിലും നീക്കം ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ എന്താ വിഷയം? സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്കും സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമായി പ്രചരണം നടത്തി. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ ക്ലാസുകൾ, ചില വ്യക്തികളോട് പറഞ്ഞത്, ചില വ്യക്തികൾ സമസ്തക്ക് സാക്ഷിയായി എഴുതി ഒപ്പിട്ട് കൊടുത്തതൊക്കെ ഉൾപ്പെടെ സമസ്ത അത് പരിഗണിച്ചിട്ടുണ്ട്. തെളിവുകളൊക്കെ പഠിച്ചു, സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ചു. ഇത് സമസ്തക്ക് ബോധ്യപ്പെട്ടു. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു എന്നും സമസ്തക്ക് ബോധ്യപ്പെട്ടു. ഇതിനേക്കാൾ വലിയ സംഘടനാ വിരുദ്ധ പ്രവർത്തനം എന്താ? CACയുടെ ഭരണഘടനയിൽ സമസ്തയെ വെട്ടിമാറ്റിയത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമല്ലേ? പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് എതിരായിട്ട് എന്താണ്? ഞാൻ ചില സാമ്പിളുകൾ ഇവിടെ പറയാം. പിന്നെ 2-ാമത്തെ തീരുമാനം എന്തായിരുന്നു? 2023 ഏപ്രിൽ 1-നാണ്. അവിടെ സമസ്ത തീരുമാനം പറഞ്ഞത് ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായതും മുർത്തദ്ദാക്കിയതും കാഫിറാക്കിയതൊന്നല്ല, ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനാദരവുകൾക്ക് നിരക്കാത്തതുമായ കാര്യങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചതായി മുഷാവറക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പരിശോധിച്ചു സമസ്ത മുഷാവറ. അപ്പൊ ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ് സമസ്തക്ക് ബോധ്യപ്പെട്ടു. സമസ്ത പറഞ്ഞിട്ടുണ്ട് മുത്തുനബിയോടുള്ള ബഹുമാനാദരവുകൾക്ക് നിരക്കാത്തതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങൾ. അത് മുഷാവറക്ക് ബോധ്യപ്പെട്ടു. ഇത് കാരണം വിദ്യാർത്ഥികളും സമൂഹവും വഴിപിഴക്കാൻ കാരണമാകുമെന്നും മുഷാവറ വിലയിരുത്തി. അബ്ദുൽ ഹക്കീം ഫൈദി ആദർശേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ വിദ്യാഭ്യാസ സംവിധാനങ്ങളുമായി സമസ്തക്ക് ബന്ധമില്ല എന്ന് സമസ്ത പ്രഖ്യാപിച്ചു. ഇതിന് കാരണം എന്താണ്? സമസ്ത ആശങ്കപ്പെട്ടു, ഇങ്ങനെ പോയാൽ നമ്മുടെ മക്കളിലേക്ക് ഈ ആശയങ്ങളൊക്കെ എത്തുമ്പോൾ പ്രയാസം ഉണ്ടാകും. ഞാൻ പെട്ടെന്ന് പറയാം, സമയം വൈകിയത് കൊണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. മതങ്ങൾ ഉണ്ടായത് തിരിച്ചറിവുകളിൽ നിന്നാണ്. ഇസ്ലാം മതം, അതായത് മനുഷ്യരുടെ തിരിച്ചറിവുകളിൽ നിന്നാണ് മതങ്ങൾ പൊതുവെ ഉണ്ടായത്. മതങ്ങളെ പൊതുവായിട്ടാണ് പറയണത്. ഞാനൊന്ന് പറയുന്നു, ഇസ്ലാം മതം ഉണ്ടായത് അങ്ങനെ മനുഷ്യരുടെ തിരിച്ചറിവുകളിൽ നിന്നും ബുദ്ധിയിൽ നിന്നുണ്ടായതല്ല. ഇനി മറ്റേതെങ്കിലും മതക്കാർ അത് അംഗീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ക്രിസ്തു മതം ഉണ്ടായത്, ഹിന്ദു മതം ഉണ്ടായത്, അല്ലെങ്കിൽ ഏതെങ്കിലും മതങ്ങൾ അതിങ്ങനെ ആളുകളുടെ തിരിച്ചറിവുകളിൽ നിന്നും ബുദ്ധിയിൽ നിന്നുണ്ടായതാണെന്ന് അവർ അംഗീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാട്ടിൽ ഗുഹകളിൽ ജന്തുക്കളുടെ കൂടെ ജീവിച്ച മനുഷ്യൻ അവന് പുറത്തിറങ്ങിയപ്പോൾ അവന് നാഗരികത ഉണ്ടായി, ബുദ്ധി വികസിച്ചു. ഇത് സത്യത്തിൽ എന്താണ്? സ്വാഭാവികമായി അവൻ്റെ ബുദ്ധി, ആ ബുദ്ധിയിൽ നിന്നാണ് മതങ്ങളൊക്കെ രൂപപ്പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ. ഇത് സത്യത്തിൽ ഡാർവിൻ സിദ്ധാന്തമല്ലേ? പരിണാമ സിദ്ധാന്തത്തെ ശരിവെക്കുന്നതല്ലേ? ഇത് ഏതെങ്കിലും മതങ്ങൾ അംഗീകരിക്കുമോ? ഏതായാലും ഇസ്ലാം ഉണ്ടായത് ആദം നബി മുതലാണ്. അള്ളാഹു വഹയിലൂടെ നൽകിയതാ. അല്ലാതെ ഇസ്ലാമിൻ്റെ ചരിത്രം, ഇസ്ലാം ഒരിക്കലും പരിണാമവാദത്തെയോ ഡാർവിൻ സിദ്ധാന്തത്തെയോ ഒന്നും അംഗീകരിക്കുന്നില്ല. മനുഷ്യൻ അങ്ങനെ കുറെ പരിണമിച്ചതാണെന്നുള്ള വാദമൊന്നും ഇസ്ലാമിനില്ല. നാഗരികതയിലാണ്
ആദ്യത്തെ നബി ആദം നബി മുതൽ തന്നെ മനുഷ്യന്റെ ചരിത്രം നാഗരികതയിലും പുരോഗതിയിലും തന്നെയാണ്. ഇത് നമ്മുടെ അഖീദക്ക് എതിരാണ്. പിന്നെ അദ്ദേഹം മറ്റൊരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് ഈ വാഫി സിലബസിനെ കുറിച്ച്, നിഷ്പക്ഷമായി മതങ്ങളെക്കുറിച്ച് ഇസങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയും, നോക്കണം, ഏതാണ് ശരി തിരഞ്ഞെടുക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നിഷ്കളങ്കമായി നൽകുകയും അങ്ങനെ അവർ പഠിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ബുദ്ധിയുടെ വാതായനങ്ങൾ തുറന്നു വെക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണ്. ഇത് അടഞ്ഞ കുറേ ചിന്തകൾ ചൊല്ലിപ്പഠിപ്പിക്കുന്ന കോഴ്സല്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴേ ആളുകൾക്കത് മനസ്സിലാവൂ. എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെക്കുറിച്ചും ഇസങ്ങളെക്കുറിച്ചൊക്കെ നിഷ്പക്ഷമായി അങ്ങോട്ട് പഠിപ്പിക്കുക, അവർക്കണ്ട് സ്വയം പഠിക്കാൻ അവസരം കൊടുക്കുക, എന്നുള്ള ഒരു ബുദ്ധി ഉപയോഗിച്ച് ഏതാണ് ശരിയെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുക്കുക. ഇതാണ് ഈ സിലബസ്. ഇത് സമസ്തക്കെതിരാണ്. അങ്ങനെയല്ല നമ്മുടെ സിലബസ്. നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ പഠിപ്പിച്ച ചില സിലബസുകളുണ്ട്. നിലാമിയ സിലബസ് ഉണ്ട്, മഖദൂമി സിലബസ് ഉണ്ട്. നമ്മുടെ സമസ്ത പഠിപ്പിച്ച ചില മാതൃകകളുണ്ട്. അത് നമ്മുടെ അഖീദ രൂപപ്പെടേണ്ട വഴിയാണ്. നമ്മുടെ ഉസൂല്, അത് അഖീദയിലും ഫിഖ്ഹിലും ദീനിലും ഒക്കെയുള്ള ചില ഉസൂലുകളുണ്ട്. ആ ഉസൂലൂട്ട് സ്വതന്ത്രമായി പഠിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഇസ്ലാമികമായ റൂട്ടിന് എതിരാണ്. ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇത് സമസ്ത ഇത് മനസ്സിലാക്കി ഇത് ശരിയല്ല എന്ന് സമസ്തക്ക് ബോധ്യപ്പെട്ടു. പിന്നെ ചില വിശ്വാസപരമായ കാര്യങ്ങൾ, സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ, ഉദാഹരണം പറഞ്ഞ മദ്ഹബ്, അദ്ദേഹത്തിൻ്റെ വാദം എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് ദാറുൽ ഹുദയുടെ ആദ്യത്തെ സന്നദ്ധാന സമ്മേളനം ഉണ്ടായി. അന്ന് അവിടെ അദ്ദേഹം പ്രസംഗിച്ചു, ഇജ്തിഹാദ് നടക്കണം, കവാടം അടഞ്ഞു പോയിട്ടില്ല. MT ഉസ്താദ് അന്ന് അതിനെ അവിടെ വെച്ച് തിരുത്തി. ചെറിയ വാക്ക് തർക്കമൊക്കെ ഉണ്ടായി. ഞങ്ങളൊക്കെ അതിന് സാക്ഷികളാ. ഇതാണ് 25 കൊല്ലം മുമ്പ് തുടങ്ങിയ വേട്ട എന്ന് പറഞ്ഞത്. അത് വേട്ടയല്ല ഉസ്താദെ, അത് നിങ്ങളെ ബഹുമാനപ്പെട്ട MT ഉസ്താദ് തിരുത്തിയതാണ്. അത് നല്ല നിലയിൽ അംഗീകരിക്കലായിരുന്നു വേണ്ടിയിരുന്നത്. അതേപോലെ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യരിൽ നിന്ന് പഴുതുകളും ഇളവുകളൊക്കെ കണ്ടെത്തി സ്വീകരിക്കേണ്ട ഒരു വഴിയാണ്. ഏത് മദ്ഹബും ഇഷ്ടമുള്ള രൂപത്തിൽ സ്വീകരിക്കണം. നമ്മൾ പറയും 4 ആൾ ഒരു മദ്ഹബ് അംഗീകരിക്കണം, തഖ്ലീദ് ചെയ്യണം. ബഹുമാനപ്പെട്ടവരുടെ വാദം പല ക്ലാസ്സുകളിലും പല ആളുകളോടും വ്യക്തികളോട് പറഞ്ഞത് എന്താണ്? ഓരോരുത്തർക്ക് നമുക്ക് ഏത് മദ്ഹബിലും അത് എളുപ്പമുള്ളതൊക്കെ സ്വീകരിക്കാം. ഇത് ബിദഅത്തിന്റെ വാദമാണ്. കാരണം 4 മദ്ഹബും ഒരേപോലെ അതിൽ നിന്ന് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ട്, തോന്നിയതുപോലെ സ്വീകരിക്കാം. മദ്ഹബ് വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് ശരിയല്ല എന്ന് സമസ്തക്ക് ബോധ്യപ്പെടുന്നത് ഞാൻ തിരുത്തല്ല, ഞാനതിന് യോഗ്യനല്ല. ഇത് സമസ്ത പറഞ്ഞ കാര്യമാണ്. മൂന്നാമത്തെ മറ്റൊരു വിഷയം ഖൽഖുൽ ഖുർആൻ വിഷയത്തെ അദ്ദേഹം കേവലം ഒരു ശാഖാപരമായ കാര്യം എന്നൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഖുർആൻ സൃഷ്ടിയാണോ അല്ലേ? മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ വാദം എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഖുർആൻ ഖൽഖ് വാദത്തിൽ ഖുർആൻ സൃഷ്ടിയല്ല എന്ന് വാദിച്ച് അതിന്റെ പേരിൽ 28 മാസക്കാലം കൽത്തുറുങ്കിൽ ജയിലിൽ കടന്ന വിഷയമാണ്. പ്രിയപ്പെട്ട അബ്ദുൽ ഹക്കീം ഫൈദി ആദിർശേരി ഉസ്താദ്, ഇത് കേവലം ശാഖാപരമായ വിഷയമല്ല, ഇത് വിശ്വാസപരമായ വിഷയമാണ്. ഖുർആനിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഇത് അഖീദയാണ്, ഇത് ഉസൂലിൽപ്പെട്ടതാണ്, ഇത് ശാഖാപരമായ കാര്യമല്ല. മുഅ്തസിലി വിശ്വാസമാണ് ഖുർആൻ ഖൽഖാണ് എന്നത്. മുഅ്തസിലികൾക്കെതിരെ സംവാദം നടത്തി, പടയോട്ടം നടത്തി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അന്നത്തെ ഭരണാധികാരികളെ കൂട്ടുപിടിച്ച് ഇന്ന് വഹാബികൾ ചെയ്യുന്നത് പോലെ ക്രൂരതകൾ ചെയ്ത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ജയിലിൽ കടന്നു, കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ചെറിയ കാര്യമല്ല. ആ വിഷയത്തെയാണ് മുജാഹിദുകളും ജമാഅത്തുകാരും എല്ലാവരും പങ്കെടുത്തൊരു വേദിയിൽ വെച്ച് ഖുർആൻ ഖൽഖ് അതൊക്കെ ഒരു ശാഖാപരമായ കാര്യം, ഇപ്പോൾ ജമാഅത്തും മുജാഹിദും ഒക്കെ തമ്മിൽ തർക്കിക്കുന്ന അല്ലെങ്കിൽ മദ്ഹബുകൾ തമ്മിലുള്ള ഭിന്നത പോലെ എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് അദ്ദേഹം ഇടപെട്ടത് അത് ശരിയല്ല. സമസ്ത ആ വിഷയത്തിൽ പറഞ്ഞ ഒരു കാര്യം അതായിരുന്നു. മറ്റൊന്ന് ബഹുമാനപ്പെട്ടവരുടെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഭിന്നത അനുഗ്രഹമാണ്. പറയുന്ന ഏത് സദസ്സിലാ? മുജാഹിദ് പല ഗ്രൂപ്പിൻ്റെ ആളുകളുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്, പല സകല വിധേയത്തേറുള്ള സദസ്സിൽ പറയാ ഭിന്നത അനുഗ്രഹമാണ്. ഏതെങ്കിലും അഭിപ്രായം അനുസരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി സ്വർഗത്തിലേക്ക് എത്താലോ. എന്നിട്ട് അദ്ദേഹം ഒരു ആയത്ത് ഓതുന്നുണ്ട്, കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ശാഖാപരമായ ഭിന്നിപ്പ്, ഓരോരുത്തർക്ക് അവരുടെ ന്യായം കണ്ടെത്തി സന്തോഷിക്കാം. എങ്ങനെയൊക്കെ തട്ടിമുട്ടി നിങ്ങൾ ഷാഫി ആവണം,
ഹനഫി ആവണം, മാലിക്കി ആവണം എന്നൊക്കെ മദ്ഹബിന്റെ അഭിപ്രായ വ്യത്യാസം, ഇഖ്തിലാഫുൽ അഇമ്മ റഹ്മത്തുല്ലിൽ ഉമ്മ എന്ന അതൊക്കെ അദ്ദേഹം ഓതുന്നുണ്ട്. പക്ഷെ തന്ത്രപരമായി മദ്ഹബിന്റെ ഇഖ്തിലാഫിനെ കുറിച്ചുള്ള വചനങ്ങൾ ഉദ്ധരിച്ച് ബിദ്അത്തുകാരുടെ സദസ്സിൽ നമ്മൾ തമ്മിലുള്ള ഈ ഭിന്നത അതൊക്കെ അനുഗ്രഹമാണ് എന്നും ഓരോരുത്തരും സ്വർഗത്തിലേക്ക് എത്തുമെന്നും കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ എന്ന ആയത്ത് സൂറത്തുൽ മുഅ്മിനൂനിലെ ആയത്താണ്. ഈ ആയത്ത് ഓതി എന്തിനാ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യം? സത്യത്തിൽ ഈ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ എന്ന് പറഞ്ഞ ആരെക്കുറിച്ചാ? അതിന് മുമ്പ് പറയുന്നുണ്ട് വലാ തകൂനു മിനൽ മുശ്രിക്കീൻ മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅ. അവര് വ്യത്യസ്ത കക്ഷികളായിരുന്നു, വിഭാഗങ്ങളായിരുന്നു. ആരെക്കുറിച്ച്? മഹാന്മാർ വഹുമുൽ യഹൂദു വൻ നസാറ, യഹൂദികളെക്കുറിച്ച് നസാറയെക്കുറിച്ച് അതിനു മുമ്പ് മുശ്രിക്കീങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ടാണ് കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ എന്ന് പറഞ്ഞത്. ഇത് അമുസ്ലിങ്ങളെക്കുറിച്ച് ഇറങ്ങിയ ആയത്ത്. ഇത് നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ തട്ടിമുട്ടി സ്വർഗത്തിലേക്ക് പോകാം, എല്ലാവർക്കും അവരുടെ ന്യായം കണ്ടെത്താം, സന്തോഷിക്കാം എന്ന് പറഞ്ഞ് ഈ ആയത്തോതി. ഇതൊന്നും ശരിയല്ല. അതേപോലെ നമ്മളൊക്കെ ഒരുപാട് പറഞ്ഞ വിഷയമാണ് നബിദിനത്തെ. അദ്ദേഹം നല്ല ലക്ഷ്യത്തിൽ പറഞ്ഞതാവാം, പക്ഷെ നല്ല ലക്ഷ്യത്തിൽ പറയുമ്പോഴും ചില അപകടങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ? സമസ്തക്ക് 10,000 മദ്രസകളുണ്ട്. ഓരോ മദ്രസയിൽ നബിദിനത്തിൽ 1,00,000 രൂപ ചെലവാക്കുന്നു. 1,00,000 × 10,000 100 കോടി. 100 കോടി ഉണ്ടെങ്കിൽ ജാമിയ ജൂനിയർ കോളേജ് ഉണ്ടാക്കുക, വാഫി കോളേജ് ഉണ്ടാക്കുക, ദാറുൽ ഹുദ ഉണ്ടാക്കുക. ഒരുപക്ഷെ അദ്ദേഹത്തിന് നല്ല ലക്ഷ്യം ഉണ്ടാവാം, പക്ഷെ അതിൻ്റെ പേരിൽ നബിദിനം ഒരു മുട്ടായിലും ബിസ്ക്കറ്റിലും ഒതുക്കണം, നബിദിന റാലി വേണ്ട, കുട്ടികളുടെ കലാപരിപാടി വേണ്ട, സ്റ്റേജ് കെട്ടണ്ട, മൈക്കേൽപ്പിക്കണ്ട എന്ന് പറയാൻ പാടുണ്ടോ? ഓരോ കൊല്ലം ഉളുഹിയത്തിന് വേണ്ടി എത്ര കോടികൾ ഈ ഉമ്മത്ത് ചെലവഴിക്കുന്നുണ്ട്? ഓരോ കൊല്ലവും റമദാനിലെ വ്യത്യസ്തമായ റിലീഫുകൾക്ക് വേണ്ടി എത്ര കോടി ചെലവഴിക്കുന്നുണ്ട്? സക്കാത്ത് സക്കാത്തായി കൊടുക്കണം, ഉളുഹിയത്തായി നടത്തണം, മുത്തുനബിയുടെ നബിദിനം അതിൻ്റെ വഴിക്ക് ചെലവാക്കണം. നമ്മളൊന്നിനും കുറവ് വരുത്തൂല. ഈ കൊല്ലം ബിദ്അത്തുകാരാണ് അങ്ങനെ ഒരു തന്ത്രം പറഞ്ഞു വന്നത്. വയനാട് ദുരന്താണ്, അതുകൊണ്ട് പ്രാവശ്യം നബിദിനം വേണ്ട. സയ്യിദുൽ ഉലമ പറഞ്ഞു നമ്മൾ നബിദിനവും നടത്തണം, വയനാട്ടുകാരെയും സഹായിക്കണം. സയ്യിദുൽ ഉലമയുടെ ആഹ്വാനം കേട്ട് ഒരുപക്ഷെ നമ്മുടെ നാടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പിരിവ് നടന്നത്, എൻ്റെ ഓർമ്മയിൽ എൻ്റെ നാട്ടിലൊക്കെ ഏറ്റവും വലിയ പിരിവ് നടന്നത്, റെക്കോർഡ് പിരിവ് നടന്ന വയനാടിന് വേണ്ടിയിട്ടാണ്. ഓരോ മഹലിലും അങ്ങനെയാണ്. ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള മഹല്ലുകളിൽ റെക്കോർഡ് പിരിവ് നടന്ന വയനാട് ദുരന്തത്തിൽ ആളുകൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ഈ ഉമ്മത്ത് പള്ളികളിലും മറ്റുമൊക്കെ അവരെ സഹായിക്കാൻ ശേഖരിച്ച് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അതിൻ്റെ പേരിൽ നബിദിനത്തിന് എന്തിനാ പിരിവ് ഓർക്കണത്? സയ്യിദുൽ ഉലമയുടെ ആഹ്വാനം കേട്ട് സമസ്തയുടെ നേതാക്കൾ പറഞ്ഞപ്പോൾ നബിദിനം കഴിഞ്ഞ വർഷത്തേക്കാൾ ജോറായി. വഹാബികളുടെ തന്ത്രം വിലപ്പോയില്ല. ഓരോ അതിന് നബിദിനത്തിൻ്റെ ചെലവ് കുറച്ചിട്ട് ജൂനിയർ കോളേജ് ഉണ്ടാക്കണമെന്ന് പറയണ്ട. അതൊന്നും ശരിയല്ല എന്ന് ഞങ്ങൾക്കൊക്കെ ആ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ നല്ല ഉദ്ദേശം ഉദ്ദേശിച്ചാലും. പിന്നെ 600 പേജ് മുത്തുനബി 23 കൊല്ലം കൊണ്ട് പഠിച്ച കാര്യം പറഞ്ഞു. ഒരുപക്ഷെ വഫിയ പെൺകുട്ടികളെ നിങ്ങൾ പ്രചോദിപ്പിക്കാൻ മോട്ടിവേഷൻ കൊടുക്കാൻ പറഞ്ഞതാവും. പക്ഷെ ആ ഉദാഹരണം മുത്തുനബിയെ നിന്ദിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. എനിക്കങ്ങനെയാണ് തോന്നിയത് അതിൻ്റെ ആദ്യം ആ പ്രസംഗം കേട്ടപ്പോൾ. അതായത് അതൊരു മോട്ടിവേഷനായിട്ടല്ല തോന്നി, റസൂലുള്ളാഹിനെ മോശാക്കിയെന്ന് തോന്നി. നിങ്ങൾ ചിലപ്പോൾ നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞതാവാം, പക്ഷെ അത് അപകടമാണ്. ആ ഉദ്ദേശത്തിൽ പോലും റസൂലുള്ളാഹിനെ ഉദാഹരണം, വേറെ എന്തൊക്കെ ഉദാഹരണങ്ങൾ പറയാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഉദാഹരണം തോന്നി, അബദ്ധമായിരുന്നു അത് നിങ്ങളുടെ പ്രസംഗത്തിൽ വന്നത്. നിങ്ങൾ പല ക്ലാസ്സുകളിലും മറ്റും പറഞ്ഞിട്ടുണ്ട് ഖുർആനും സ്വഹീഹായ ഹദീസും മതി. ഇത് 7ാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് വഹാബികളുടെയും മൗദൂദികളുടെയും വാദമല്ലേ? ഖുർആനും സ്വഹീഹായ ഹദീസും മതി തെളിവുകൾക്ക് എന്നത്. ഇത് അവർക്ക് ബലം വെച്ചു കൊടുക്കുന്ന വാദം. 8ാമത്തത് ഗൗസുൽ ആദമിനെ വിളിക്കുന്നത് 1000 വട്ടം വിളിച്ചാൽ ദേഷ്യം വരൂലേ എന്ന്. അത് ഖുതുബിയത്തിനെ കളിയാക്കിയതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇത് കേട്ട ആളുകളില്ലേ, അതിന് സാക്ഷി പറയുന്ന ആളുകളില്ലേ? പിന്നെ തസവുഫ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ പല ആളുകളോടും പറഞ്ഞത് എന്താ? അത് അദബാണ്. ഷെയ്ഖ്, മുരീദ്, ത്വരീഖത്ത് അങ്ങനെയുള്ള ഒന്നുമില്ല. നമ്മളെ മഹാന്മാർ പഠിപ്പിച്ചതല്ലേ. ഷെയ്ഖ് ഉണ്ട്, മുരീദ് ഉണ്ട്, ത്വരീഖത്ത് ഉണ്ട്, അബ്ദാൽ, നുഖബാ, നുജബാ, വ്യത്യസ്ത പിന്നെ ദറജയിലുള്ള ഔലിയാക്കളുണ്ട്, ബയ്യത്ത് ചെയ്യലുണ്ട്, അവരുടെ പിന്നെ സനത് കൊടുക്കലുണ്ട്, സിൽസില കൊടുക്കലുണ്ട്, അവരുടെ വ്യത്യസ്ത വഴികളുണ്ട്. അത് അതിനൊക്കെ പാടെ നിഷേധിക്കുന്ന രീതി അദ്ദേഹം ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മൊഴികളുണ്ട്, തെളിവുകളുണ്ട്. അതേപോലെ രാഷ്ട്രീയത്തെ
നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം രാഷ്ട്രീയമാവണം. ബഹുമാനപ്പെട്ട മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ചടഞ്ഞുകൂടിയില്ല, ദിക്റും ചൊല്ലി പള്ളിയിൽ കുത്തിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഖുലഫാഉർ റാഷിദീങ്ങളൊക്കെ ഉദാഹരണം പറഞ്ഞ് അവരുടെയൊക്കെ ഏറ്റവും മുഖ്യ പ്രവർത്തനം രാഷ്ട്രീയമായിരുന്നു. അതെന്തിനാ തെളിവ് പറയുന്നത്? ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി, ഒരു ഇസ്ലാമിക രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളല്ല, ഇസ്ലാമിക രാഷ്ട്രത്തിലെ രാഷ്ട്ര സംവിധാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഖുലഫാഉർ റാഷിദീങ്ങൾ ഉദാഹരണം പറയണോ? അത് ആരുടെ വഴിയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ വഴിയാണ്, വാദമാണ്. അപ്പൊ ഇങ്ങനെയുള്ള 10 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം വൈകി. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒന്നേ പറയുന്നുള്ളൂ, ഇതൊക്കെ തിരുത്തണം. നല്ലൊരു വഴിയായിരുന്നു. സമസ്ത പല ആളുകളെയും പുറത്താക്കിയിട്ടുണ്ട്. മുസ്തഫൽ ഫൈസി ഉസ്താദിനെ പുറത്താക്കി. മുസ്തഫൽ ഫൈസി ഉസ്താദ് തെറ്റ് തിരുത്തി സമസ്തയോട് മാപ്പ് പറഞ്ഞു തിരിച്ചു വന്നു. സയ്യിദ് മുഹമ്മദ് നിസാമിയെ ഒരു ഘട്ടത്തിൽ പുറത്താക്കി, മാപ്പ് പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നു. റഹ്മത്തുള്ള കാസിമിയെ 2 വട്ടം മുമ്പ് പുറത്താക്കി, അദ്ദേഹം മാപ്പ് പറഞ്ഞ് തിരിച്ചു വന്നു. പി മുഹമ്മദ് ഫൈലി ഉസ്താദിനെ 1 വട്ടം പുറത്താക്കി, അദ്ദേഹം തിരിച്ചു വന്നു. നടപടി ഉണ്ടാകും. അത് സമസ്തയുടെ മുന്നിൽ ഒരു സംഘടനയല്ലേ, ഒരു വ്യക്തി വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നല്ല റൂട്ടായിരുന്നു ഇത്. സമസ്ത ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ്, അതൊക്കെ ഞാൻ തിരുത്താൻ തയ്യാറാണ്, എന്നോട് മാപ്പാക്കണം, സമസ്തയോട് മാപ്പ് പറഞ്ഞ്. അപ്പോൾ സമസ്ത തിരിച്ചെടുക്കും, പുറത്താക്കിയ ആളെ തിരിച്ചെടുക്കും. തിരിച്ചെടുത്തതിന് ശേഷം അദ്ദേഹത്തെ CIC-യുടെ സെക്രട്ടറി ആക്കാം. ഈ സംവിധാനം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. എത്ര മനോഹരമായ റൂട്ടായിരുന്നു. ഇത് ചെയ്യേണ്ടതിന് പകരം ഈ കുട്ടികളും മറ്റുമൊക്കെ ഉസ്താദുമാരെ വെല്ലുവിളിച്ച്, MT ഉസ്താദിനെ ചീത്ത പറഞ്ഞ് വ്യക്തിപരമായി ആക്ഷേപിച്ച്, അതിന് പല ആളുകളെ ഉപയോഗപ്പെടുത്തി, സലാം ബാക്കവിനെ ആക്ഷേപിച്ച്, ഹമീദ് വൈദനെ ആക്ഷേപിച്ച്, ഇനി ഞങ്ങളെയൊക്കെ ആക്ഷേപിക്കും. ഈ ക്ലിപ്പ് പുറത്തിറങ്ങിയ എന്നെയും ഒരുപാട് വ്യക്തിപരമായി വേട്ടയാടുമെന്ന് അറിയാം. അതൊക്കെ കേൾക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ നന്നാവണം, അത്രമാത്രമേ ആഗ്രഹമുള്ളൂ. ഞങ്ങളൊന്ന് പറയുന്നു, ഇവിടെ ഈ പാരമ്പര്യം നിലനിൽക്കണം. സമസ്തയുടെ പാരമ്പര്യം, തങ്ങന്മാരുടെ പാരമ്പര്യം, പാണക്കാട്ട സാദാത്തുക്കളുടെ പാരമ്പര്യം, ഈ ഐക്യം, ഈ ഭദ്രത ഒന്നിച്ച് മുന്നോട്ട് പോകണം. അതിന് തുരങ്കം വെക്കുന്ന ഈ ഛിദ്രശക്തികളെ മുഴുവനും നമുക്ക് ചെറുത്ത് തോൽപ്പിക്കണം. പാണക്കാട്ട സാദാത്തുക്കൾ ആരും സമസ്തക്കെതിരല്ല. സമസ്തയുടെ പ്രവർത്തകരോ SKSF-കാരോ അവരുടെ കൂടെയാണ്. ഇത് തമ്മിൽ തല്ലിപ്പിക്കാൻ ആരും പരിശ്രമിക്കേണ്ടതില്ല. പാണക്കാട്ട തങ്ങന്മാർക്ക് എതിരെ ആരാണ് ഇവിടെ? ബിദ്അത്തുകാരാണ്, വഹാബികളാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ജമാഅത്തിന്റെ യഥാർത്ഥ മൗദൂദിസം തലക്ക് കയറ്റി നടക്കുന്ന അബ്ദുള്ളയാണ് പറഞ്ഞത്, മുനവ്വർ ശിഹാബ് തങ്ങളെ ശബരിമലയിലെ മേൽശാന്തിയാക്കണം എന്ന്. വഹാബി പുരോഹിതന്മാരാണ് പാണക്കാട്ട കുടുംബത്തിന് മുത്തനബിയുമായി കുടുംബ ബന്ധമില്ല എന്ന് പറഞ്ഞത്, ആദർശ ബന്ധമില്ല എന്ന് പറഞ്ഞത്. സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ കളിയാക്കിയത് ഇവിടുത്തെ വഹാബികളാണ്. സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ അത് രഹസ്യ വീഡിയോ പകർത്തി ഗൾഫിൽ കൊണ്ടുപോയി അറബിയിൽ ഡോക്യുമെന്ററി ഉണ്ടാക്കി ഖുറാഫാത്ത് എന്ന് പ്രചരിപ്പിച്ചത് ജിദ്ദയിലെ ഇസ്ലാഹി സെന്ററാണ്, കേരളത്തിലെ വഹാബികളാണ്. സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ ആക്ഷേപിച്ച് പ്രസംഗിച്ചത് മൗലവി സുഹൈർ ചുങ്കത്തറയാണ്, മുജാഹിദ് ബാലുശ്ശേരിയാണ്, വഹാബികളാണ്. എന്തേ കാരണം? പാണക്കാട്ട സാദാത്തുക്കൾ സുന്നികളാണ്. പാണക്കാട്ട സാദാത്തുക്കൾ മജ്ലിസുന്നൂറിന് ഇജാസത്ത് കൊടുക്കുന്നവരാണ്, മൗലിദ് ഓതുന്നവരാണ്, ഉറുക്ക് നൽകുന്നവരാണ്, മന്ത്രിക്കുന്നവരാണ്, ദുആ ചെയ്യുന്നവരാണ്. സുന്നി വനസംഘത്തിന്റെ ഇപ്രാവശ്യത്തെ റബീഉൽ അവൽ ക്യാമ്പയിന് പോലും മൗലിദ് പാരായണത്തോടെ സയ്യിദ് സാദിഖ് അലി ഷാ തങ്ങളുടെ വീട്ടിൽ നിന്നാ തുടങ്ങിയത്. ഞങ്ങൾ പറയുന്നു, അവര് ഇനിയും ഉറുക്ക് നൽകും, അവര് ഇനിയും മന്ത്രിക്കും, അവരിനിയും മജ്ലിസുന്നൂറിന് നേതൃത്വം നൽകും. അവരുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടാകും. ഞങ്ങളൊക്കെ അവർക്കെതിരാണെന്ന് പറഞ്ഞ് തെറ്റിക്കാൻ വേണ്ടി ആരും കടന്നു വരണ്ട. എനിക്കൊരു വാഹനം വാങ്ങിയപ്പോ ബറക്കത്തിന് വേണ്ടി ഉറുക്ക് വാങ്ങിയത് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്ന്. തങ്ങൾ കളം വരച്ച് എഴുതി ഉണ്ടാക്കിയ ഉറുക്ക് എന്റെ വാഹനത്തിൽ ഇപ്പോഴും സൂക്ഷിപ്പുണ്ട്. വാഹനം ഉദ്ഘാടനം ചെയ്ത് തന്നത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വണ്ടി ഓടിച്ചു തന്നുകൊണ്ടാ. ഞങ്ങളൊക്കെ അവരെ സമീപിക്കുന്നവരാ, ഞങ്ങൾ അവരുടെ നേതൃത്വവും അവരുടെ ആത്മീയ ചികിത്സയും അംഗീകരിക്കുന്നവരാ. ഞാൻ പറയട്ടെ, ഇന്ന് ഒരു മുജാഹിദ് നേതാവ് കഴിഞ്ഞ ദിവസം പാണക്കാട്ടേക്ക് വന്ന് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളെ കാണാൻ ഒരു സ്ഥാപനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി
പിരിവ് കിട്ടാനാണോ മുജാഹിദ് നേതാവായ അനസ് മൗലവി കൊടുങ്ങല്ലൂരിലെ ഒരു സ്ഥാപനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി നിങ്ങൾ പാണക്കാട് വന്നതെങ്കിൽ ഞങ്ങളൊന്ന് ചോദിക്കുന്നു, നിങ്ങൾ വരുന്നു, ബിദ്അത്തുകാർ വരുന്നു, ജമാഅത്തെ ഇസ്ലാമിക്കാർ വരുന്നു, എന്തേ കാരണം? നിങ്ങൾക്ക് അംഗീകാരം കിട്ടണം. നിങ്ങൾ ഈ ഖുറാഫാത്തിനെ അംഗീകരിക്കുന്നുണ്ടോ? വഹാബികൾ ഇവിടെ നിലനിന്നാൽ ഖുറാഫാത്ത് കുറയും എന്നൊരാൾ പ്രസംഗിച്ചല്ലോ. വഹാബികളെ നിങ്ങൾ ഇവിടെ നിലനിൽക്കണം, നിങ്ങൾ നിലനിന്ന ഖുറാഫാത്ത് കുറയും. ഏതാ ഖുറാഫാത്ത്? ഈ വഹാബികൾ പറഞ്ഞ പാണക്കാട്ട് തങ്ങൾ കൊടുക്കുന്ന ഉറുക്കും നൂലും മന്ത്രവുമാണോ? ഞങ്ങൾ പറയുന്നു ആ ഖുറാഫാത്തുകളൊക്കെ ഇവിടെ നിലനിൽക്കും. ഈ ഖുറാഫാത്തുകൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഈ പുണ്യമായ വഴികൾക്ക് ഹദ്ദാദ് ചൊല്ലാനും മൗലിദ് ഓതാനും സിയാറത്തിന് പോകാനും നബിദിനം ആഘോഷിക്കാനും ഞങ്ങളുടെ മുൻഗാമികൾ കാണിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഈ വഴികളെ നിങ്ങൾ എന്ത് തന്നെ ആക്ഷേപിച്ച് പറഞ്ഞാലും നിങ്ങൾ ഖുറാഫാത്ത് എന്ന് പറയുന്ന ഇതിനൊക്കെ കോട്ടകെട്ടി സംരക്ഷിക്കാൻ SKSSF ഇവിടെ ഉണ്ടാകും, സമസ്ത ഇവിടെ ഉണ്ടാകും. ഞങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.